ഹായ് പ്രൈസ് ലോർഡ് വിൽസൺ ബ്രദർ. കർത്താവിൻ്റെ തിരുനാമത്തിന് നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി, എങ്കിലും നമ്മൾ ഇന്നലെ പഠിപ്പിച്ചു വന്ന ചിന്തയുടെ ഒരു പോർഷൻ വിശദീകരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹായ് ബിജു റജി, നൈസ് ടു മീറ്റ് യു ഓൾ. ആൻഡ് ഐ വാണ്ട് ടു ടീച്ച് യു. ഞാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ഈസ് എ കിങ്ഡം മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഹൗ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ വേർഡ് നമുക്കറിയാം, ഇറ്റ്സ് എ ബിസിനസ് വേർഡ്. ബിസിനസ് വേർഡ് എന്ന് പറഞ്ഞാൽ അത് മാനേജ് ചെയ്യുക. ഇറ്റ്സ് എൻ എക്കണോമിക്കൽ വേർഡ്. അപ്പോൾ ഈ ദൈവം ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം തൻ്റെ രാജ്യം പണിയാൻ വേണ്ടിയാണ് ആദമിനെ ആക്കുന്നത്, അല്ലെങ്കിൽ ആദമിനെ സൃഷ്ടിക്കുന്നത് ദൈവരാജ്യം പണിയാനായിട്ടാണ്. ആ വ്യക്തി ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ ബൈബിൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിലത്ത് നിന്ന് സസ്യങ്ങളൊന്നും മുളച്ചിരുന്നില്ല, ഭൂമിയിൽ വേല ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല, ദൈവം ആകാശത്ത് നിന്ന് മഴ പെയ്ച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ്? മനുഷ്യനില്ലായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ കാര്യങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് ഒരാളില്ലാത്തത് കൊണ്ട് ദൈവം ആകാശത്ത് നിന്ന് മഴ പെയ്ച്ചിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെൻറ്റ് എന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പണിക്കാരാണ്. നമ്മുടെ ചർച്ചുകൾ, സഭകൾ ആത്മീക വിഷയങ്ങളിലാണ് കൂടുതൽ. ആത്മീകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത അദർശ്യ ലോകത്തെ സ്വർഗീയമായ വിഷയങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം സ്വർഗീയമായ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ എക്കണോമിക്കലി ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കാറില്ല. ഞാൻ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്ന പദം, കിങ്ഡം മാനേജ്മെൻറ്റ് എന്ന വിഷയത്തെ കൊണ്ടുവരാൻ ആശിച്ചത്. നമ്മൾ നേരത്തെ വേറൊരു സീരീസ് ഓഫ് സ്റ്റഡിയിൽ പോകുന്നുണ്ട്, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നലെ നമ്മൾ എടുത്തതിൻ്റെ തുടർച്ചയുള്ള ചില ചിന്തകളാണ്. ഹൗവ എങ്ങനെയാണ് തെറ്റിപ്പോയത്? നമ്മളിന്ന് വളരെ സീരിയസ് ആയിട്ടൊരു മാറ്റർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകും. എന്തുകൊണ്ട് നന്മ തിന്മയുടെ വൃക്ഷഫലത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ എന്തുകൊണ്ട് വീണു? ഇതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെ ദൈവത്തിൻ്റെ ഇത്രയും സൗഭാഗ്യങ്ങളും ഇത്രയും സമൃദ്ധിയുമുള്ള ഏദൻ തോട്ടം, അപ്പോൾ ഏദൻ തോട്ടത്തിൻ്റെ മഹത്വം നമുക്കറിയാം. മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസാണ്, സകലവിധ വൃക്ഷങ്ങളുമുള്ള സ്ഥലം, മനുഷ്യനെല്ലാം ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ട് മനുഷ്യൻ വീണു? ഇതൊരു ചോദ്യമാണ്. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും അത് കമൻ്റായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട് മനുഷ്യൻ ആ നന്മ തിന്മയിൽ അട്രാക്റ്റഡായി? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഞാൻ ഈ വിഷയം പഠിക്കാനും ധ്യാനിക്കാനും ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് കിട്ടിയ ഒരു ചിന്തയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം നന്മതിന്മയുടെ വൃക്ഷഫലത്തിൽ എന്തുകൊണ്ട് അട്രാക്റ്റഡായി? ജീവവൃക്ഷം അവിടെ നിൽപ്പുണ്ട്. ജീവവൃക്ഷം എനിക്ക് നിശ്ചയമായിട്ടും ബോധ്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം ആദാമിനോട് നിശ്ചയമായിട്ടും പറഞ്ഞു കാണും, ആ ജീവവൃക്ഷം തിന്നാൽ നീ ഒരിക്കലും മരിക്കില്ല, എന്നേക്കും ജീവിക്കാനുള്ള സംഗതിയാണ്, നിനക്ക് ദൈവത്തെ പോലെ നിത്യമായിട്ട് മരണമില്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് ജീവവൃക്ഷത്തെക്കുറിച്ച് ദൈവം സംസാരിച്ച് കാണും. പക്ഷേ എന്തുകൊണ്ട് മനുഷ്യൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീ, ഈ ഹൗവ ദൈവത്തെ പോലെ ആകുമല്ല, ബിക്കം ലൈക്ക് ഗോഡ്? അത് ഒരു പ്രധാന കാര്യമാണെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്. എന്തുകൊണ്ട്? അപ്പം ഓൾറെഡി കാരണം ദൈവത്തെ പോലെ ആകാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ
അല്ല, അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ ഓൾറെഡി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ്. നിശ്ചയമായിട്ട് ആ അവബോധം അവർക്കുണ്ടാകും. അപ്പം എന്തുകൊണ്ട് അപ്പം നന്മതിന്മയുടെ വൃക്ഷഫലം എന്തുകൊണ്ട് അട്രാക്റ്റഡ് ആയി? എന്താണ് അവിടുത്തെ പ്രശ്നം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡീലിംഗ് ആണ്. ഞാനിത് മനസ്സിലാക്കിക്കാൻ കുറച്ചൊന്ന് തെളിയിച്ച് വരേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ പ്രയോജനപ്പെടും. കാരണം ദൈവരാജ്യമാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. നമ്മൾ ആദ്യം അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. എൻ്റെ കേൾവിക്കാരായ സഹോദരങ്ങൾ, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഫോക്കസ് ദൈവരാജ്യമായിരിക്കണം. നിങ്ങളുടെ പ്രസംഗം ദൈവരാജ്യമായിരിക്കണം. കാരണം നമ്മുടെ മാസ്റ്റർ ലോകത്തോട് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞ ഏക മെസ്സേജ് ദൈവരാജ്യമാണ്. ഞാൻ കൃപയുടെ മെസ്സേജുകൾ ധാരാളമാണ്, 100 കണക്കിന് മെസ്സേജുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് കൃപയുടെ മെസ്സേജിൻ്റെ യാഥാർത്ഥ്യമെന്നും എനിക്ക് കൃത്യമായ ബോധ്യം വന്നത് ദൈവരാജ്യം എന്ന വിഷയം മനസ്സിലായപ്പോഴാണ്. കാരണം ഫേവർ എന്ന വേർഡ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നത് രാജാവിൻ്റെ ഡീലിങ്ങിലാണ്. അതായത് ഇഫ് യു ഡീൽ വിത്ത് ദ കിങ്, അവിടെ ജസ്റ്റിസ് അല്ല പ്രധാനം, അവിടെ ഫേവറാണ് പ്രാധാന്യം. അപ്പം ഗ്രേസിൽ, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വാക്ക് അന്വർത്ഥമാകുന്നത്, അതിന് ഫുൾ മീനിങ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ഗ്രേസ് എന്ന് പറയുന്ന മെസ്സേജിൻ്റെ ഫുൾ മീനിങ് ലഭിക്കുന്നത് നമുക്ക് രാജാവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ ആണ്. അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡിനകത്താണ് ആ ഗ്രേസ് എന്ന് പറയുന്ന പസിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്നത്. സോ ഇത് ഞാൻ വീണ്ടും എല്ലായിടത്തും ആവർത്തിക്കുന്നത് കാരണം ഇത് വളരെ പ്രധാനമാണ്. ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള കർത്താവിൻ്റെ ഭൂമിയിലെ ലോക്കൽ ഗവൺമെൻറ്റാണ് സഭ കിങ്ഡം സിറ്റിസൺസിൻ്റെ റൂളിംഗ് അസംബ്ലിയാണ്. അതായത് ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരുടെ റൂളിംഗ് അസംബ്ലിയാണ് സഭ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഫിക്സ്ഡ് ആയിരിക്കണം. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും ഇത് പറയുന്നത് ആവർത്തന വിരസത ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇത് ഫണ്ടമെൻ്റലി നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് എഴുതപ്പെട്ടേ മതിയാകത്തുള്ളൂ. കാരണം നാം ഈ ചരിത്രത്തെ മാറ്റാനുള്ളവരാണ്. ഞാനിത് വെറുതെ പറയല്ല, ചരിത്രം മാറേണ്ട സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളും ഞാനും നിൽക്കുന്ന ഈ തലമുറയിൽ, ഈ കാലത്ത് ദൈവം വലിയ ഒരു ഷിഫ്റ്റ് ഈ മേഖലയിൽ വരുത്താൻ പോവുകയാണ്. നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെക്കാളും ദൈവം ഒരു ചരിത്രത്തെ തിരുത്താൻ പോകുന്ന, ഡീവിയേറ്റ് ചെയ്യാൻ പോകുന്ന കാലമായിരിക്കും ഇത് ഞാനൊരു പ്രൊഫറ്റിക്കലി നിങ്ങളോട് പറയുകയാണ്. ഇത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ നൽകിയൊരു ബോധ്യമാണ്. ഞാൻ ചുമ്മാതെ വെറുതെ ബ്ലാബർ ചെയ്യല്ല. ദൈവം ഇന്നത്തെ സഭയുടെ സാഹചര്യങ്ങളെ തിരുത്താൻ പോവുകയാണ്. സഭ ബോധത്തിലേക്ക്, അതായത് പണ്ട് മുടിയൻപുത്രൻ പന്നിയുടെ കൂട്ടിലിരുന്നപ്പോൾ അവന് ഒരു ബോധം വന്നു, ഒരു സുബോധം വന്നതുപോലെ ഇന്നത്തെ സഭകൾക്ക് സുബോധം തിരിച്ചു വരുന്ന നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ചരിത്രം ടേൺ ആകാൻ പോവുകയാണ്. അപ്പോൾ ഇത് വെറുതെ ഞാൻ പറയുകയല്ല, നിങ്ങളിത് വേണേൽ കുറിച്ചു വെച്ചു. ആകാശത്തേക്ക് ഇങ്ങനെ വെടിവെച്ചപ്പോൾ എവിടാണ്ട് പോയി പറന്നു പോയ കാക്ക കൊണ്ടപോലെ ഒരു വെടിവെക്കുന്ന ദൂതല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആര് കേട്ടാലും കേട്ടില്ലേലും മെസ്സേജ് ഞാനിത് തുടർന്നേ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ഉള്ളിൽ ഇത് വന്നാൽ 100% വലിയ സക്സസ് ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്, കർത്താവിനും ബോധ്യമുണ്ട്. അപ്പം എന്തുകൊണ്ട് നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നു? നമ്മൾക്ക് ഇവിടെ ദൈവത്തെ പോലാകുന്നതോ സ്വർഗത്തെ പോലാകുന്നതോ ഒന്നും അല്ലല്ലോ മനുഷ്യൻ്റെ ലക്ഷ്യം. മനുഷ്യൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ, അല്ലാതെ ദൈവത്തിൻ്റെ ബിസിനസ്. നിങ്ങളിത് മനസ്സിലാക്കണമെങ്കിൽ ഗോഡ്ലി ബിസിനസ് ചെയ്യാനാണ് മനുഷ്യനെ ഭൂമിയിലാക്കിയത്. ഗോഡ്ലി ബിസിനസ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഭൂമി വന്നപ്പോൾ 12 വയസ്സുള്ള യേശു മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും നടുവിൽ ദൈവാലയത്തിനകത്തിരിക്കുക. അപ്പോൾ ദൈവാലയത്തിനകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അതായത് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയും ജോസഫും ഒക്കെ ആ പെരുന്നാളിന് വന്നിട്ട് യേശു ക്രിസ്തുവിനെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ യേശു ജനം അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ 3 ദിവസത്തെ വഴിദൂരം നടന്നിട്ടും കണ്ടില്ല. തിരിച്ചു വന്നിട്ട് അവർ ദേവാലയത്തിൽ കാണുന്നത്
ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെയും ഒക്കെ നടുവിൽ, വേദപണ്ഡിതന്മാരുടെ നടുവിൽ ഇരിക്കുന്ന യേശുവിനെയാണ്. അപ്പം നീ യേശുവിനെ, നീ ഞങ്ങളെ ഇത്ര വേദനിപ്പിച്ചെന്താ, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ യേശു പറയുന്നൊരു വാചകമുണ്ട്, ഐ ഹാവ് ടു ബി ഇൻ ദ ബിസിനസ് ഓഫ് മൈ ഫാദർ. അതൊരു വലിയ വാക്കാണ്. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലേ. അതിനകത്ത് എഴുതിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഐ ഹാവ് ടു ബി ഇൻ ദ ബിസിനസ് ഓഫ് മൈ ഫാദർ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിൽ ഇരിക്കേണ്ടതല്ലേ. സോ ജീസസ് 12th ഇയർ 12 വയസ്സായപ്പോഴേ ക്രൈസ്റ്റിന് മനസ്സിലായി, ഐ ഹാവ് എ ബിസിനസ് ടു ഡു, ഐ ഹാവ് എ മിനിസ്ട്രി ടു ഡു എന്നല്ല പറഞ്ഞത്. എനിക്കൊരു മിനിസ്ട്രി ഉണ്ട്, അത് ചെയ്യാനല്ല. മിനിസ്ട്രി ചെയ്യാൻ താൻ വന്നു എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. ഐ ഹാവ് എ ബിസിനസ് ടു ഡു, സോ ഐ ഹാവ് എ വർക്ക് ടു ഫിനിഷ്. സോ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഗോഡ് അപ്പോയിൻറ്റഡ് ഹിം, ക്രിയേറ്റഡ് ഹിം വിത്ത് ആൻ അപ്പോയിൻമെൻറ്റ്, വിത്ത് എ വർക്കിംഗ് അപ്പോയിൻമെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, മാനേജ്മെൻറ്റ് എന്ന വിഷയം വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ്, ഇതാണ് ഞാൻ മനസ്സിലായി. ഇനി നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് ഈ ആദമും ഹവ്വയും നന്മതിന്മയിലേക്ക് പോകുന്നത്. ഈ നന്മതിന്മയുടെ വൃക്ഷഫലത്തിലേക്ക് ഇവർ അട്രാക്റ്റഡ് ആകാനും ഉള്ള കാരണം ഓൾറെഡി ദേ ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. 100% ആണ്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു, അവർ ചതിക്കപ്പെടുന്നതല്ലാതെ, അല്ലെങ്കിൽ നീ ദൈവത്തെ പോലെ ആകും എന്ന് പറയുമ്പോൾ ഉടനെ അവൾ വീഴേണ്ട ആവശ്യമില്ല. കാരണം അത് ആ ഒരു മാറ്റർ അല്ല പ്രാധാന്യമുള്ള മാറ്റം. നമ്മൾ അതാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്, നിങ്ങളെല്ലാവരും അങ്ങനെ. അതുകൊണ്ട് എൻ്റെ സ്നേഹിതന്മാർ കമൻറ്റ് ഇട്ടപ്പോഴും അത് തന്നെ, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു ന്യൂ കവനൻറ്റിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ഈ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ബേസിൽ നമ്മൾ ഈ ആളുകൾ എന്തുകൊണ്ട് ഈ നന്മതിന്മയുടെ വൃക്ഷഫലത്തിൻ്റെ ചോട്ടിലെത്തി എന്നുള്ളൊരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് ഞാൻ മറ്റൊരിടത്ത് പറയാത്ത ഒരു കാര്യം ഇന്നിവിടെ ഈ പരസ്യമായിട്ട് ഈ ലൈവിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ പോലെ ആകുക, സ്വർഗത്തിലേക്ക്, ഇതൊന്നും അല്ലല്ലോ മനുഷ്യൻ്റെ ലക്ഷ്യം. മനുഷ്യൻ്റെ ലക്ഷ്യം പിതാവിൻ്റെ ബിസിനസ് ഇവിടെ ചെയ്യുക എന്നുള്ളത്. പിതാവിൻ്റെ ബിസിനസ് ചെയ്യുക. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പിതാവ് എന്ത് ദൗത്യം ഏൽപ്പിച്ചോ ആ ദൗത്യം, അതായത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം സ്വർഗത്തിൻ്റെ ഒരു മിനിയേച്ചർ ഭൂമിയിൽ ഉണ്ടാക്കണം. ഇത് ലക്ഷ്യമാണ്. ഇത് മാറത്തില്ല. ഇനിയും സഭ ഇനിയും തലയും കുത്തി പറഞ്ഞാലും ഇവിടെ ഇനി എന്താ ആളുകൾ പ്രസംഗിച്ചാലും കർത്താവിന് വിഷയമല്ല. ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഇനി അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഇസ്ലാം ആയിരിക്കും ലോകം മുഴുവൻ വ്യാപരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ക്രിസ്തീയ ദൈവമക്കൾ ഒരു ദൈവവേദന ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ലോകത്തിലെ എല്ലാവരും, മുഴുവൻ ആളുകളും കൂടെ വേറെ മതത്തിൽ വന്നാലും നോ പ്രോബ്ലം. കാരണം ദൈവരാജ്യം എന്നാലും അതിൻ്റെ നടുവിൽ ജയകോടിയുടെ ജയഭേരി മുഴക്കും. കാരണം കിങ്ഡത്തെ തോൽപ്പിക്കാൻ ഭൂമിയിൽ ആർക്കും പറ്റില്ല. അടുത്തത് ജീസസ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളം പോലും അതിനെ ജയിപ്പിക്കത്തില്ലെന്ന്. പാതാളം എന്ന് പറഞ്ഞാൽ മരണം, ഗ്രേവ്, അതായത് ശവക്കല്ലറ പോലും എൻ്റെ സഭയെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ, എൻ്റെ സഭയിലെ ഒരാൾ ശവക്കല്ലറെ പോയാലും ഹീ വിൽ വാക്ക് ഔട്ട്. അവൻ അവിടെ നിന്ന് പുറത്ത് നടക്കും, അവനിൽ നിന്ന് പുറത്തിറങ്ങി പോകും. അതായത് കല്ലറയ്ക്ക് പോലും തോൽപ്പിക്കാൻ പറ്റില്ല എൻ്റെ ചർച്ചിനെ എന്നാണ്. അപ്പം ഈ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും മതങ്ങൾക്കും ഒന്നും ദൈവരാജ്യത്തെ ബാധിക്കത്തുമില്ല, സഭയെ തൊടാൻ പറ്റത്തുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ആദമിനെ കുറിച്ചുള്ള സൃഷ്ടി നമ്മൾ ഈ ഇടയ്ക്ക് കയറിയപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വിഷമിച്ചു വരും. വലിയ സീനിയർ പേര് ഞാൻ പറയുന്നില്ല, അത് അപമാനിക്കേണ്ടല്ലോ. വളരെ സീനിയർ ആയിട്ടുള്ളൊരു പാസ്റ്റർ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സുവിശേഷ സഭയ്ക്കകത്തെ ഒരു പാസ്റ്റർ പ്രസംഗിക്കുക രക്ഷയെക്കുറിച്ച്. രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതല. ഞാൻ ഈ സൺഡേ സ്കൂൾ പിള്ളേർ പോലും ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കി വരുന്ന ഒരു വലിയ സത്യമാണ് രക്ഷ എന്ന് പറഞ്ഞത്. അപ്പം നമ്മളടുത്ത് വേറൊരു ചോദ്യമുണ്ട് ഇതിനകത്ത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഈ ഒരു ചോദ്യം ബിബ്ലിക്കലാണോ? ഇപ്പം എൻ്റെ കേൾവിക്കാരായ സഹോദരങ്ങളെ ഞാൻ ചോദിക്കുക, അപ്പോസ്തലന്മാരോ യേശുക്രിസ്തുവോ ആദിമസഭയോ തിരുവെഴുത്തോ എവിടെയെങ്കിലും ഒരു സൂചനയെങ്കിലും തരുന്നുണ്ടോ ആളുകളോട് ആർ യു സേവ്ഡ് എന്ന് ചോദിക്കാൻ? അപ്പം നമ്മളെല്ലാവരും ചോദിക്കില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷെ അതൊരു പുറം ലോകത്ത്, അതായത് ലോകത്തിൻ്റെ വെളി, നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വെളിയിലുള്ളവരെ നമ്മളെ നോക്കി പരിഹസിക്കുന്ന നിലയിലുള്ളൊരു ചോദ്യം, ആർ യു സേവ്ഡ്? ആർ യു സേവ്ഡ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, കാരണം ഒന്ന്, ബൈബിൾ അങ്ങനെ ചോദിക്കാനായിട്ട് പറയുന്നില്ല. 2, കർത്താവിൻ്റെ സഭയിലെ അല്ലെങ്കിൽ തിരുവെഴുത്തിലെ ആദിമസഭയിലെ ആരും തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് പോലുമില്ല. ആർ യു സേവ്ഡ്? ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി സേവ്ഡ്? ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒത്തിരി ദൂരം പോയി എന്നതിൻ്റെ ഒരു
വലിയ തെളിവാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആർ യു സേവ്ഡ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? അപ്പം രക്ഷിക്കപ്പെട്ടുവോ എന്നൊരു ചോദ്യം ചോദിക്കാൻ ബൈബിൾ നമ്മളോട് പറയുന്നില്ല. ബൈബിൾ അങ്ങനെ ആവശ്യപ്പെടുന്നുമില്ല. വാസ്തവത്തിൽ ബൈബിൾ രക്ഷയുടെ സന്ദേശത്തെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും അത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലും പോലും അല്ല. അപ്പം നമ്മളിങ്ങനെ ഒരു ലീഗൽ ടേമിൽ, ലീഗൽ ബേസിലാണ് ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത്. ഒരു ലെജിസ്ലേറ്റീവ് മോഡിലാണ് കാണുന്നത്. സോ അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അപ്പം നമ്മൾ ഇനി ആദമിലേക്ക് ഹവ്വയിലേക്ക് പോകും. ആദമും ഹവ്വയും പാപത്തിൽ വീണു. അവിടെ പാപം ചെയ്തു. എന്താ ചെയ്ത പാപം? ആരോട് ചോദിച്ചാലും പറയും പഴം തിന്നതാണെന്ന് പറയും. പഴം തിന്നതാണോ അവിടുത്തെ ഏറ്റവും വലിയ പാപം? അവിടുത്തെ പാപം എന്താ? നമ്മൾ ഇതുവരെ ചിന്തിക്കേണ്ട കാര്യം എന്താ അവിടുത്തെ പാപം? പാപം എന്ന് പറഞ്ഞാൽ എന്താ? പഴം തിന്നു, അല്ലെങ്കിൽ ആ നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നു, ആ പഴം ഇങ്ങോട്ട് തിന്നു, അതാണോ പാപം? അതാണോ പാപം? അങ്ങനെ അടുത്തൊരു ചോദ്യമുണ്ട്. ഈ തിന്നാനായിട്ട് ഈ അവരെ പ്രചോദിപ്പിച്ചത് എന്താ? തിന്നാനായിട്ട് അവരെ പ്രചോദിപ്പിച്ച റീസൺ അല്ലേ? അതിനല്ലേ പ്രശ്നം വരേണ്ടത്. അപ്പൊ ആ ആക്ഷന്റെ പേരാണോ പാപം? ചിന്തിക്കുക. നമ്മൾ ഒത്തിരി ചിന്തിച്ച് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാതെ, ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട്, ആ ആക്ഷന്റെ പേരാണോ പാപം? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിലേക്ക്, ഇങ്ങനൊരു റോങ് ചോയ്സിലേക്ക് പോകാൻ മനുഷ്യനെ ടച്ച് ചെയ്ത് വിട്ട, മനുഷ്യനെ ഇങ്ങനെ തൂണ്ടി വിട്ട, അല്ലെങ്കിൽ അവനെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത ആ പ്രോംപ്റ്റ് എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ പ്രോംപ്റ്റ് അവനിലുണ്ടായിരുന്നു. ആ പ്രോംപ്റ്റ് അവന്റെ ഫ്രീഡം ആണെങ്കിൽ, അവന്റെ വില്ലാണെങ്കിൽ, ആ വില്ലാണോ പാപത്തിന്റെ കാരണം? സോ മെനി ക്വസ്റ്റ്യൻസ് ആർ ദേർ. സോ നമ്മൾ ഇന്ന് ലെജിസ്ലേറ്റീവ് മോഡൽ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വി ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ടു ദ ഫിലോസഫിക്കൽ വേൾഡ്. സോ ദ വേൾഡ് ഈസ്, നമ്മളിവിടെ നാലുകെട്ടിനകത്ത് ട്രമ്മും കൊട്ടി പാട്ടും പാടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലല്ലോ. ഒരു വലിയ ലോകം നമ്മുടെ വെളിയിലുണ്ട്. ദ വേൾഡ് ഈസ് വാച്ചിങ് അസ്. വി നീഡ് ടു ആൻസർ ദീസ് ഓൾ ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ പുറലോകത്തിന് കൊടുക്കണം. ആർ യു സേവ്ഡ്, ആർ യു സേവ്ഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനുഷ്യരോട് മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ബൈബിളിൽ അങ്ങനെ ചോദ്യം ഇല്ല. ഞാൻ വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഇതിനു വേണ്ടി ഒരു ലൈവ് ഇട്ടോളാം. ഒരു മെസ്സേജ് എന്താ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിക്കണോ? നമ്മൾ ആളുകൾ ചോദിക്കുന്നത് ആർ യു സേവ്ഡ്. നമ്മൾ തിരിച്ച് ഇവരോട് ചോദിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പോൾ അവർ പറയും രക്ഷിക്കപ്പെട്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും, അത് റോമാലേഖനം 10:9-10 പറയുന്നുണ്ട്. യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചുവെന്ന് ഉറപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പം അവരെ ഒരു ആപ്തവാക്യം വെച്ചേക്ക് എന്താ, യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. അങ്ങനെയാണെന്ന് ചോദ്യം. ഇന്ത്യയിൽ എത്ര കോടി ആളുകൾ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാമോ? യേശു കർത്താവാണെന്ന്. എത്ര കോടി? ഇന്ത്യയിലെ 130 കോടിക്കകത്ത് 100 കോടി ആളുകളും വിശ്വസിക്കുന്നുണ്ട് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ശ്രദ്ധിക്കുക, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാത്ത ഈ കുറച്ച് പേരുണ്ടല്ലോ. അത് ഇവിടുത്തെ ഒന്ന് നിരീശ്വരവാദികളും, രണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുമാണ്. കാരണം മുസ്ലിങ്ങൾ യേശു മരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ 2 ഗ്രൂപ്പ് ഒഴിച്ചാൽ ബാക്കി ഇന്ത്യയിലെ എല്ലാ ആളുകളും, ഇവൻ നരേന്ദ്രമോദിയോട് ചോദിച്ചു, ഡു യു ബിലീവ് ദാറ്റ് ജീസസ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ്? 100% യാ ഐ ബിലീവ് ദാറ്റ് എന്ന് പറയും. അമിത്ഷാ വിശ്വസിക്കുന്നുണ്ട്, നരേന്ദ്രമോദി വിശ്വസിക്കുന്നുണ്ട് യേശു മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റത്. ഈ ലോകത്തിലെ 700 കോടി ജനത്തിനകത്ത് 600 കോടി ആളുകളും യേശു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ആ വേർഡ് അനുസരിച്ച് ഈ ലോകത്തുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. അപ്പോൾ ആർ യു സേവ്ഡ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അവർ ചെയ്യുന്ന ആപ്തവാക്യം അനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഓൾറെഡി യേശു ക്രിസ്തുവിനെ പിതാവ് മരിച്ചവെന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുക. അത് വിശ്വസിക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് അല്ലേ? ക്രിസ്തു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ദ മാറ്റർ ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമല്ലേ? അപ്പം നമ്മൾ കണ്ണടച്ച് എന്തോ ഊഹിച്ച് വിശ്വസിക്കുകയാണോ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്? ചിന്തിക്കുക. വിശ്വാസം, താജ്മഹൽ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം താജ്മഹൽ എന്ന് പറയുന്നത് എൻ്റെ ഫെയ്ത്തിന്റെ മാറ്റർ അല്ല. അത് ഹിസ്റ്റോറിക്കൽ ഈവന്റ് ആണ്, ഹിസ്റ്റോറിക്കൽ മാറ്റർ, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ്. ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവിടെ താജ്മഹൽ ഉണ്ട്. താജ്മഹൽ എൻ്റെ ഫെയ്ത്തിന്റെ ഭാഗമല്ല. ക്രൈസ്റ്റ് എൻ്റെ ഫെയ്ത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ആലോചിക്കുക. കാരണം യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് അന്നത്തെ റോമിന്റെ സാക്ഷ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ സാക്ഷ്യമുണ്ട്. അന്നത്തെ പീലാത്തോസ് ആ ഇവന്റിന് ശേഷം കൈസർക്ക് എഴുതിയ കത്ത് അവൈലബിൾ ആണ്. ഹിസ്റ്റോറിക്കലി അതിന്റെ ആർക്കോവോളി എന്ന് പറയാം. ആർക്കോവോളി എന്ന് പറഞ്ഞ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ആർക്കോവോളി വളരെ ബ്യൂട്ടിഫുൾ ആണ്.
സോ ഹിസ്റ്റോറിക്കലി ഒരു സംഭവം അത് വിശ്വസിക്കണം. അത് ഇപ്പം ഞാൻ ചോദിക്കുക, ഇപ്പം നമ്മൾ ഒരാടത്ത് എന്ന് പറയാം, നീ യേശുവിനെ പിതാവ് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് നീ വിശ്വസിക്കുന്നുവോ? അതൊരു വിശ്വാസമാണോ? നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യരുത്. നമ്മളെല്ലാം ഒരു ജനറലായിട്ട് ചോദിക്കുക, ഇസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. 2000 ഇയേഴ്സിന് മുമ്പ് അരമത്തക്കാരൻ ജോസഫിന്റെ കല്ലറ തുറന്ന് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ സാക്ഷി 100 പടയാളികളാണ്. മൽക്കിയാവ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിലുള്ള 100 പടയാളി, റോമൻ പടയാളികളെ സാക്ഷി നിർത്തിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. 500 പേർക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു. സോ ജീസസിന്റെ റിസറക്ഷൻ എൻ്റെ ഫെയ്ത്തിൻ്റെ മാറ്ററാണ്, എൻ്റെ ഫെയ്ത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതായത് ഞാൻ രക്ഷപ്പെട്ടു എന്നതിൻ്റെ പ്രൂഫാണ് ജീസസിന്റെ റിസറക്ഷൻ. അതാണ് എൻ്റെ ട്രൂത്ത്. ഞാൻ അത് വിശ്വസിച്ചുകൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടെ, അത് സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെ. Did you get me? ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴല്ല രക്ഷിക്കപ്പെടുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ രക്ഷപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട എന്നൊരു വാക്ക് പറയാം, രക്ഷപ്പെട്ടത്. സാൽവേഷൻ എന്ന വാക്കിനടുത്ത് രക്ഷ എന്നാണ്. അപ്പം ഞാൻ വിശ്വസിക്കേണ്ടതെന്നല്ല പറഞ്ഞത്, കാരണം ഇത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ അയൽവക്കത്തുള്ള ഹൈന്ദവരോട് പോയിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നുണ്ടോ? ക്രിട്ടിക്കൽ ബുദ്ധിയില്ല, എല്ലാവരും പറയും യെസ് ഐ ബിലീവ്. So then why you are going to preach again? Already they believe that Jesus resurrected from the dead. Why you are forcing to do some extra salvation upon them? Why? You have to think of it. ഞാൻ ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് ചോദ്യം ചോദിക്കാൻ കാരണം ദ നെക്സ്റ്റ് ജനറേഷൻ വിൽ ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻസ് ടു ദ ചർച്ച്. ഞാനിത് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഇമാതെ ഈ അച്ചായൻ്റെ കുടിമാറാൻ വേണ്ടി പള്ളിക്കകത്ത് വന്ന അന്നമ്മയും, മൂത്ത കൊച്ചിൻ്റെ ചൊറി മാറാൻ വേണ്ടി പള്ളിക്കകത്ത് വന്ന ചോച്ചാമ്മയും, അല്ലെങ്കിൽ വീടിനകത്ത് പട്ടിണി മാറ്റാൻ വേണ്ടി പള്ളിക്കകത്ത് കയറി വന്ന ആളുകൾ മാത്രമല്ല ഇനി ചവയ്ക്കകത്ത് വരാൻ പോകുന്നത്. ദ ചർച്ച് ഈസ് ഗോയിങ് ടു ഫേസ് ദ യൂണിവേഴ്സിറ്റി. ചർച്ച് ഈസ് ഗോയിങ് ടു സീ ദ ഫിലോസഫിക്കൽ വേൾഡ്. ചർച്ച്, ദ എക്ലീഷ്യ ഈസ് ഗോയിങ് ടു ഫേസ് ദ ഹൈലി ലിറ്ററേറ്റഡ് വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതന്മാരോട് ഫേസ് ചെയ്യേണ്ടി വരുന്ന സഭ. എനിക്കൊന്ന് ഇത് ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ഈ എസ്കേപ്പിസം തിയോളജിയുമായിട്ട് നിൽക്കുന്നത്. ഞാൻ പറന്നു പോകും. അപ്പം അങ്ങനെ പറന്നു പോകുമെന്ന് ചിന്തയില്ലാത്ത, ഇവിടെ വേണം എന്ന് ചിന്തിക്കുന്ന ചർച്ച് റെഡി ആയിക്കോണം. വി നീഡ് ടു ഫേസ് ദ ഫിലോസഫിക്കൽ വേൾഡ്. വി നീഡ് ടു ഫേസ് ദ പീപ്പിൾ ഓഫ് ലെറ്റേഴ്സ്. ഇവിടുത്തെ സയന്റിഫിക് വേൾഡിനെ, ഇവിടുത്തെ എന്റർടൈൻ വേൾഡിനെ, ഇവിടുത്തെ മെഗാ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ചർച്ച് റെഡി ആയിക്കോണം. അല്ലാതെ നമ്മുടെ പണ്ടത്തെ ആചാര്യ ഉപദേശിയുടെ കളിപ്പീര് പരിപാടിയും പഴയ അപ്പച്ചന്മാരുടെ ഇതൊന്നും ഇവിടെ ഏക്കില്ല. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം കപ്പൊന്നും പറഞ്ഞ് ഇവിടെ ഏക്കത്തില്ല. ദേ ഡോണ്ട് കെയർ. അവർ കർത്താവിൻ്റെ സഭയെ പുച്ഛിച്ച് തള്ളും. സോ വി നീഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ടു ദ പീപ്പിൾ. ഞാനിത് മുന്നറിയിപ്പല്ല, നിങ്ങൾ എഴുതി വെച്ചോ. ഇവിടെ ചർച്ച് ചലഞ്ചഡ് ആവും. ഇതൊരു പ്രോഫസി, രണ്ടാമത്തെ പ്രോഫസി ഞാനിപ്പോൾ ഈ ലൈവിൽ പറയുക. ചർച്ചിനെ വേൾഡ് ചലഞ്ച് ചെയ്യും. ചർച്ചിനെ ഇവിടുത്തെ സെക്കുലർ വേൾഡ് ചലഞ്ച് ചെയ്യും. നിന്റെ കൊട്ടും പാട്ടും കീബോർഡും കൊണ്ട് നീ ആൻസർ പറയത്തില്ല. നീ ലോകത്തിൽ ആരും വിശ്വസിക്കാത്ത നിന്റെ ഈ ഫിലോസഫി കൊണ്ട്, നിന്റെ എസ്കറ്റോളജി കൊണ്ട് യു കനോട്ട് ആൻസർ ദ വേൾഡ്. അല്ലെങ്കിൽ ഇന്നത്തെ യങ്ങർ ജനറേഷനോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ വളരെ നിങ്ങളുടെ മക്കളോട് ചോദിച്ചു, അവരുടെ തല തന്നെ മാറി തുടങ്ങി. ഹൈലി ഇന്റലക്ച്വൽ പീപ്പിൾ, ജനങ്ങൾ ഭയങ്കരമായ ബുദ്ധിവികാസത്തിലാണ്. സോ ഇവിടെ നമ്മൾ അറിയേണ്ട പ്രധാന വിഷയം, ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ വരും. രക്ഷിക്കപ്പെടുക, നീ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾ തിരിച്ചു ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ടോ? അപ്പോൾ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടു. നീ എങ്ങനെയാന്ന് ചോദിച്ചാൽ പറയാം, അത് യേശു കർത്താവെന്ന് എനിക്കും അറിയാം. യേശു മരിച്ചെന്ന് ഉയർത്തുന്ന പുള്ളി ഞാനും വിശ്വസിക്കും. പിന്നെ നീ എന്തിനാ, അപ്പം എനിക്ക് തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ പറയും, അത് എനിക്കൊരു വിശ്വാസമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാണാൻ വയ്യാത്ത കാര്യങ്ങളെ പറഞ്ഞ് ജനങ്ങളെ പേടിക്കണം. ഇത് അന്ധവിശ്വാസമല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഈസ് റിയലി എ ലോജിക്കൽ ഫെയ്ത്ത്. ക്രിസ്ത്യാനിറ്റി ലോജിക്കൽ ഫെയ്ത്ത് ആണ്. ക്രിസ്ത്യാനിറ്റി ലോജിക്കൽ ഫെയ്ത്ത്, അതായത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിരിക്കണം. അല്ലാതെ അന്ധമായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനിറ്റി അന്ധമായ വിശ്വാസമല്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞ ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു. ലോഗോസ് അത് ദൈവത്തോട് കൂടെയായിരുന്നു. ലോഗോസ് ദൈവമായിരുന്നു.
സോ ഗോഡ് ക്രിയേറ്റഡ് ദിസ് the all earth with the logos. ലോഗോസിൽ നിന്നാണ് ലോജിക്ക് വന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ പറഞ്ഞാൽ ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് വിത്ത് ദ ലോജിക്. So faith is on the logic. We are believing Jesus Christ, the resurrection of Jesus, the incarnation of Jesus. That is the logos of God. That is the logic of God. Salvation logic ആണ്. Salvation logic ആയിരിക്കണം. അല്ലാതെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ഒരു തേങ്ങ എടുത്ത് അവിടെ നടയെ കൊണ്ടുവന്ന് എറിയുമ്പോൾ അത് പറക്കാൻ വേണ്ടി നമ്മുടെ ഗണപതി ചേട്ടൻ പോകുമ്പോൾ ആ സമയത്ത് കയറി നമ്മുടെ ശിവനെ കാണാൻ പോകുന്നുള്ള വിശ്വാസം, ഇതൊന്നുമല്ല ഫെയ്ത്ത്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അന്ധമായിട്ടങ്ങ് വിശ്വസിക്കുക. അങ്ങനെ സംഭവം പുള്ളി തേങ്ങ പറക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇച്ചിരി അങ്ങോട്ടങ്ങ് പോയി, ഞാൻ എൻ്റെ വാക്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വരിക. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ആൻസർ. ഞാൻ ഈ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പം ഞാൻ ഓരോ മെസ്സേജുകൾ കേൾക്കുമ്പം ഐ വാസ് റിയലി ക്രൈങ്. ക്രിറ്റിസിസം ഇല്ല എനിക്ക്. ഞാൻ ആരെയും നിർത്തി. ഞാൻ അങ്ങനെ എല്ലാവരെയും ക്രിറ്റിസൈസ്, എല്ലാവരും ഒരാളെയും വിമർശിച്ചില്ല. അവർ പോകുന്ന വഴി വിട്ടു. എന്നെ അംഗീകരിച്ചാലും എനിക്ക് വിഷയമല്ല. അവർ പോകുന്ന വഴി പൊക്കോട്ടെ. കാരണം അവരാരും ഉൾപ്പെട്ട് നിൽക്കുന്ന ലോകത്തിൻ്റെ, അവരുടെ വീടിൻ്റെ മൂലയിലല്ല നമ്മളാരും താമസിക്കുന്നത്. വലിയ ലോകത്ത് വി ഹാവ് അവർ ഓൺ ഫ്രീഡം, വി ഹാവ് അവർ ഓൺ വേൾഡ്. സോ വി ഹാവ് നത്തിങ് ടു വറി അബൌട്ട് എനിത്തിങ്. സോ വി ഡോണ്ട് കൺസിഡർ, നമ്മളൊരു പവർലെസ് പേഴ്സൺ അല്ല ഞാൻ. ഐ ഡോണ്ട് വാണ്ട് ടു ട്രസ്റ്റ് ഓൺ ദാറ്റ് പേഴ്സൺ. അവൻ എന്നെ സ്വീകരിച്ചേ പറ്റൂ, അവൻ എൻ്റെ കൂടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞ ഒരാളല്ല ഞാൻ. ഐ ആം വെരി മച്ച് ബോൾഡ് ദാറ്റ് ഗോഡ് ഹാസ് കോൾഡ് മീ ഫോർ എ വെരി സ്പെഷ്യൽ പർപ്പസ്. ലിസൺ ടു മീ. സോ ആദമ ഹവ്വയും എന്തുകൊണ്ട് ഈ വൃക്ഷത്തിൻ്റെ വീട്ടിലേക്ക് നടത്തപ്പെട്ടു? വൈ? അവർക്ക് മരണം എന്തുകൊണ്ട് അവർ പേടിച്ചില്ല? അതാണ് ആദ്യം. മരണം, നീ മരിക്കും എന്ന് പറഞ്ഞു. വൈ ദേ ഡോണ്ട് തിങ്ക് അബൌട്ട് ഡെത്ത്? ഇപ്പം നിങ്ങളോട് പറയുക, നീ മരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ ലോക്ക്ഡൗണിലൊക്കെ സക്സസ് ആയി. കൊറോണ വന്നാൽ ചത്തുപോകുമെന്ന് പേടിച്ചിട്ടല്ലേ? കൊറോണ വരുമെന്ന് പേടിച്ചിട്ട് അത് തൂങ്ങിച്ചാവുകയാണ്. സോ ഇഫ് യു ഡൈ യു വിൽ ഡൈ എന്ന് പറഞ്ഞ വേർഡ് എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ടൊരു വേർഡാണ്, വളരെ വളരെ മുന്നറിയിപ്പിൻ്റെ വേർഡാണ്. പക്ഷേ ആ വേർഡ് പോലും മതിച്ചിട്ടില്ല അവർ. വൈ? അതായത് ഏറ്റവും വലിയ ഒരു മനുഷ്യർക്ക് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കോൺസിക്വൻസ് പറഞ്ഞിട്ട് പോലും അത് മൈൻഡ് ചെയ്തില്ല സ്ത്രീ എന്ന് പറയുന്നത്. ദേ ഡോണ്ട് ഫിയർ ഡെത്ത്. ഇപ്പം ആദമിന് മരണഭയം ഇല്ലായിരുന്നു. മരണം എന്നത് അറിയത്തുമില്ല, മരണം എന്നതിന് പേടിയില്ല. നീ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ടില്ല. വൈ? എന്തായിരിക്കും അവരെ തള്ളിവിട്ട ട്രൂത്ത്? ഇനി ഞാൻ ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കമൻട്രി പോലെ ആയി പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരിതിനകത്ത് പ്രോംപ്റ്റഡായി? നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീയെ ഇത് കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഈ വൃക്ഷച്ചോട്ടിലെത്തിയപ്പോൾ സംസാരിച്ച രീതി നമുക്ക് ശ്രദ്ധിക്കാം. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. 3 കാര്യം. തിന്നാൻ കൊള്ളാം, കാരണം അത് വിഷമല്ല, ഈറ്റബിൾ ആണ്. അതൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഈറ്റബിൾ. അപ്പം നമ്മുടെ നാട്ടിൽ പല വൃക്ഷങ്ങളുണ്ട്, ഇഷ്ടംപോലെ ചെടികളില്ലാത്ത പഴമുണ്ട്. ഇതെല്ലാം നമ്മൾ തിന്നത്തില്ല. അത് തിന്നാൻ കൊള്ളാം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കത്തുള്ളൂ. അതൊരു ജനറൽ സെൻസാണ്. ദാറ്റ് ഫ്രൂട്ട് ഈസ് ഈറ്റബിൾ. നന്നായിരിക്കും, ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വൃക്ഷഫലത്തിലെ അല്ലെങ്കിൽ ഈ ഫലം അല്ലെങ്കിൽ ഈ വൃക്ഷഫലം മറ്റേതെങ്കിലും ക്രീച്ചേഴ്സ് വന്ന് തിന്നുന്നത് കണ്ടു കാണും. ഈറ്റബിളാണ്. 2, കാൺമാൻ ഭംഗി. ഇത് വളരെ ഒരു രസകരമാണ്. കാൺമാൻ ഭംഗിയുള്ളത്. കാൺമാൻ ഭംഗിയുള്ളതെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാണ്? കാൺമാൻ ഭംഗിയുള്ളത്. അപ്പം ഞാൻ ഇന്നലെ ലൈവ് പറഞ്ഞായിരുന്നു, നമ്മുടെ മനുഷ്യരുടെ ഒരു വലിയ ഒരു ലക്ഷറി സെൻസ് അത്. അതായത് ഒരു ലക്ഷോറിയസ് മെൻറ്റാലിറ്റി. അതായത് ഇവരിയ്ക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏതല്ല, പാരഡൈസിലായിരിക്കുന്നത്. ഇപ്പം ലക്ഷറിയുടെ ഹയർ തലത്തിലാണ് അവ ഇരിക്കുന്നത്. അവ സ്കേഴ്സിറ്റിയിലല്ല ഇരിക്കുന്നത്. ഈ ലക്ഷറിയിലിരിക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്നൊരു സൈക്കോ പ്രോബ്ലമാണ് കാൺമാൻ ഭംഗി. കാരണം ആഹാരം കഴിഞ്ഞ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു സാലഡ് 10 രൂപയുടെ സാധനമാണ്. ഒരു അര കുക്കുംബർ, അര ക്യാരറ്റ്, ഇച്ചിരി ഓണിയൻ, ഇച്ചിരി ടൊമാറ്റോ, ചെറിയൊരു പീസ് നാരങ്ങ, ഇച്ചിരി ലീവ്സ് അല്ലെങ്കിൽ ഇച്ചിരി ലെറ്റ്യൂസ്, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു ബൗൾ എടുത്ത് മേ ബി ഒരു 10 or 15 റുപ്പീസ് ആകും. പക്ഷെ നമുക്ക്
അത് അങ്ങനെ ഒരു ഒരു നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ നമുക്ക് ഈ ഒരു ഗ്രീൻ സലാഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് തരുമ്പം ഇതിങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് വെച്ചൊരു പൂവൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അലങ്കരിച്ച് തരും. നമുക്ക് 15 രൂപയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം നമ്മൾ 150, 200 രൂപ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കും. എന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും ഗുണം ഒന്നാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു ഭയങ്കര സന്തോഷം. ലക്ഷറിയുടെ ഭാഗമാണ്. ഇത് വലിയ തെറ്റില്ല, കാശൊക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. കൊറോണയുടെ കാലത്തൊക്കെ കുറച്ച് മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹൗവ ഒരു ലക്ഷറിയുടെ, കാരണം ലക്ഷറീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഹൗവ ഒരു നോർമൽ വുമൺ അല്ല. ലോകത്തിൻ്റെ, വേൾഡിൻ്റെ, അന്ന് കാണാൻ പറ്റുന്ന സകല ഭൂമിയുടെയും മാനേജറുടെ ഭാര്യയാണ്. അതായത് ഡെപ്യൂട്ടി മാനേജറാണ്. ഡെപ്യൂട്ടി മാനേജർ, അതായത് മറ്റൊരു അവിടുത്തെ എല്ലാ ഫുൾ മാനേജിങ് ഡയറക്ടറിൻ്റെ ഭാര്യയാണ്. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയാം, വൈസ് മാനേജറിൻ്റെ താഴെയുള്ള ആളാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പം അവള് അന്നത്തെ ഏറ്റവും വലിയ ലക്ഷറീസ് പേഴ്സണാണ്. സോ പക്ഷേ എന്ത് പറ്റിയെന്നറിയാമോ? ഇവളുടെ ലക്ഷറി ഇവളെ ട്രൂ മാനേജ്മെന്റിൽ നിന്ന് തെളിക്കളഞ്ഞു. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ മൂന്നാമത് അവൾ ആവശ്യപ്പെട്ട കാര്യമാണ് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഇതാണ് മെയിൻ ട്രൂത്ത്. അവൾക്ക് തോന്നിയത് ദൈവത്തെ പോലെ ആകാനല്ല, അവർക്ക് വെരി മച്ചായിട്ട് നന്നായിട്ട് അറിയാം they are created by the likeness and image of God, because they are functioning like God. Their image is like God. The true identity is the image and likeness of God. They are very much, അവർക്ക് അതിനകത്ത് കോൺഫിഡൻ്റ് ആണ്. പക്ഷെ അവർ ഫെയിലായത്, ഒന്ന് അവളുടെ ഐ പറഞ്ഞു ഇറ്റ്സ് വെരി നൈസ്, ബ്യൂട്ടിഫുൾ. സോ എപ്പോഴും തന്നെ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ഒത്തിരി എണ്ണത്തിനകത്ത് പുഴുക്കുത്തുണ്ടോ കാര്യം. നമ്മൾ ഒത്തിരി പറഞ്ഞില്ല ദാറ്റ് വുമൺ ഈസ് വെരി ബ്യൂട്ടിഫുൾ, പക്ഷേ അകത്ത് പുഴുക്കുത്താണ്. ദാറ്റ് മാൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ, അകത്ത് പുഴുക്കുത്താണ്. ബിവെയർ ഓഫ് ഇറ്റ്. കണ്ണ് നമ്മളെ ചതിക്കും, നമ്മുടെ ഐസ് നമ്മളെ എപ്പോഴും ചതിക്കും. ഐസ് ചതിക്കും, നിങ്ങളുടെ കണ്ണ് നിങ്ങളെ ചതിക്കും. കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഇതാ മെയിൻ ട്രൂത്ത്. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഈ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ വേർഡ് when the woman saw the tree was good for food and that it was delight to the eyes and that the tree was desirable to make one wise, she was tempted in the wisdom. Because in the management, അതായത് in the kingdom management, ദൈവരാജ്യത്തിൻ്റെ മാനേജ്മെൻറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിസ്ഡം. Wisdom is the very, very important thing in the management. നിങ്ങൾ ബൈബിൾ വായിക്കണം. 11-ാം അധ്യായം യെശയ്യാവിൻ്റെ പ്രവചനം. അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ്. ദാവീദിൻ്റെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും, അവൻ്റെ ആത്മാവ്, 7 ആത്മാക്കൾ, 7 eyes of the Lord, 7 fire of the Lord, 7 flame of the Lord, അല്ലെങ്കിൽ 7 spirit of the Lord. അതായത് മൊത്തം ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, അല്ലാതെ ശക്തിയുടെ ആത്മാവ്, ബഹളത്തിൻ്റെ ആത്മാവ്, ശബ്ദകോലാഹലത്തിൻ്റെ ആത്മാവെന്നൊന്നുമല്ല. വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോക്കിംഗ് അബൌട്ട് ഇൻഫർമേഷൻസ്, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം, ഗിനോസ്കോ. സോ ദിസ് വുമൺ വാസ് ടെംപ്റ്റഡ് not to become like God, but to become wise. Wisdom. എനിക്കൊന്നും ഒരു നോർമൽ സെൻസിൽ ഞാൻ വിചാരിക്കുന്നു, അവൾ വിചാരിച്ചു ഇത് കഴിച്ചാൽ എൻ്റെ മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ, എൻ്റെ മാനേജിങ് കുറച്ചുകൂടെ. Did you get me? എൻ്റെ ഭരണം, as a deputy manager of this earth, I'll be shine like anything.
ഞാൻ ശോഭിക്കാൻ തുടങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈസ്. സോ വൈസ് എന്ന വാക്കിൻ്റെ ഒറിജിനൽ, അതായത് അത് എഴുതിയേക്കുന്ന ഒറിജിനൽ ഹീബ്രുവിൽ ആ വേർഡിന് കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ്. ട്രീ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, എങ്ങനെ നന്മ തിന്മയുടെ വൃക്ഷഫലമെന്ന്. എന്നാൽ നമ്മൾ ഒരു അഡീഷണൽ ലിറ്ററേച്ചർ കൂടെ, അതായത് നമ്മൾ ബുക്ക് ഓഫ് ഹാനോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിൽ ആ പുസ്തകമില്ല, ആ ബുക്കില്ല. ബുക്ക് ഓഫ് ഹാനോക്ക് എന്ന് പറയുന്നൊരു ബുക്ക് നമ്മുടെ ബൈബിളിലില്ല. പക്ഷേ ഈസ് ആൻ ഓതൻറ്റിക് ബുക്ക്, വളരെ ഓതൻറ്റിക് ആയിട്ടുള്ളൊരു ബുക്കാണ്. കാരണം അപ്പോസ്തലന്മാരും ആദിമസഭയും ഒക്കെ കോട്ട് ചെയ്ത, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ കോട്ട് ചെയ്ത, ബൈബിളിലേക്ക് തന്നെ എടുത്തിരിക്കുന്ന പുസ്തകമാണ് ഹാനോക്കിൻ്റെ ബുക്ക്. ഹാനോക്കിൻ്റെ പുസ്തകത്തിനകത്ത് ഈ ട്രീയെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രീ ഓഫ് വിസ്ഡം എന്നാണ്. ട്രീ ഓഫ് വിസ്ഡം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഈ ഗുഡ് ആൻഡ് ഈവിളിനെ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ ദാറ്റ് ഈസ് ദ മാറ്റർ ഓഫ് വിസ്ഡം. സോ വിസ്ഡത്തിൻ്റെ സെൻസിലാണ്, ആപ്ലിക്കബിൾ സെൻസിലാണ് നല്ലതും തീയതിനെയും തമ്മിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. സോ ഹാനോക്ക് ഈ ഇതിന് പറഞ്ഞിരിക്കുന്നത് ദ ബുക്ക് ഓഫ്, സോ ദ ട്രീ ഓഫ് വിസ്ഡം. സോ ഈ വിസ്ഡം എന്നതിന് അവിടെ ആ നോളജ്, അറിവിൻ്റെ വൃക്ഷഫലം എന്നതിനെ കൊടുത്തതിന്, അറിവെന്നുള്ളതിന് അവിടെ കൊടുത്ത യഥാർത്ഥത്തിൽ വിഷ്ടമത, ജ്ഞാനത്തിൻ്റെ വൃക്ഷഫലം, ജ്ഞാനപ്പഴം. ഇപ്പം തമിഴിലൊക്കെ അത് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ജ്ഞാനത്തിൻ്റെ പഴം എന്നുള്ള അർത്ഥത്തിൽ ജ്ഞാനം. അവിടെ കൊടുത്തിരിക്കുന്ന ഹീബ്രു പദം ഷാക്കൽ എന്നാണ്. ഷാക്കൽ, SHACAL, അങ്ങനെ തന്നെയാണെന്ന എൻ്റെ ധാരണ. ഷാക്കൽ. ഈ ഷാക്കൽ എന്ന് പറയുന്ന പദം is a word using for business strategies. Do you get me? Business strategies. അതായത് ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളെ, അതിൻ്റെ സീക്രട്ടുകളെ മനസ്സിലാക്കിക്കുന്ന, അല്ലെങ്കിൽ ദ ഐഡിയ ഫോർ ബിസിനസ്, സോ ദ സ്ട്രാറ്റജി ഫോർ ബിസിനസ്, ആ വേർഡാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഹീബ്രു സ്കോളർ അല്ല. ഞാൻ ഒരു കാര്യം പറയുന്നെങ്കിൽ അത് ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ വേർഡിൻ്റെ ആധികാരികത എന്നെ പഠിപ്പിച്ച ആളിൻ്റെ ആധികാരികത, പഠിപ്പിച്ച ആളുകൾ ആധികാരികമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പബ്ലിക് വന്നത് പറയുന്നത്. അപ്പം ഷാക്കൽ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഇസ് എ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ സ്ട്രാറ്റജി ഓഫ് ബിസിനസ്, ദ നോളജ് അബൌട്ട് ദ ബിസിനസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഈ വൃക്ഷഫലം ഈ സ്ത്രീ അട്രാക്ട് ചെയ്തു? നമ്മൾ ഇത്രയും കാലം നമ്മൾ കേട്ടോണ്ടിരുന്നത് ഇത് കഴിച്ചാൽ ദൈവത്തെ പോലാകും, ദൈവത്തെ പോലാകും, ദൈവത്തെ പോലാകും എന്നാണ്. കാരണം ആ വേർഡ് ഒരു തെറ്റിദ്ധാരണയായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഓൾറെഡി അവർ ദൈവത്തെ പോലെ തന്നെയാണ്. പിന്നെ ഈ ചതിയനായ ചിന്താഗതിയാണ്, യു വിൽ ബി ലൈക്ക് ഗോഡ്. യു ബി ലൈക്ക് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? നിനക്ക് ദൈവത്തിൻ്റെ അതേ സ്ട്രാറ്റജിയിലേക്ക് വരാൻ പറ്റുമെന്ന ഷാക്കൽ. അപ്പം ഷാക്കൽ എന്ന വേർഡ് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചിരിക്കുക. ഞാനിത് ഡയറക്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ ബോധ്യമാകത്തില്ല. ഷാക്കൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ട്രാറ്റജി എന്നാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഹീബ്രുവിലെ തന്നെ 3 പ്രധാന, ഇതോടെ ചേർത്ത് വേറെ 2 വാക്കുകൾ, അതായത് 3 വേർഡുകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകും. ഒന്ന്, സദൃശ്യവാക്യം 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, സാക്കൽ എന്നല്ല, ഒരു പക്ഷേ ഹീബ്രുവിലൊക്കെ അങ്ങനെ ആയിരിക്കും, SHACAL, സാക്കൽ എന്നായിരിക്കും, വായിക്കുന്ന രീതിയിലായിരിക്കും തോമസ് എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ, സാക്കൽ എന്ന് വായിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഹീബ്രുവിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഷായും ഷൂ ഒന്നും വരത്തില്ല അതിനകത്ത്. എന്തായാലും അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. പ്രോവം ചാപ്റ്റർ 8:1 ഇങ്ങനെ പറയുന്നത്, does not wisdom call and understanding lift up her voice?
ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നോക്കട്ടെ, ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 8-ാം അധ്യായത്തിൽ 1-ാം വാക്യം. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? അവിടെ താങ്ക് യു തോംസൺ, താങ്ക് യു. ജ്ഞാനമായവൾ ഒരു ഫെമിനിൻ വേർഡാണ്, അല്ലെങ്കിൽ ഫെമിനിൻ നൗണാണ് ജ്ഞാനത്തിനവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്ന് പറയുന്നത് ചാഖം എന്ന. ചാഖം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ മലയാളികൾ എബ്രായ ഭാഷ പറയുമ്പോഴുള്ള പദം ചാഹം എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ഒരു പക്ഷേ. ചാഖം, CHKEM. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ പദം പറയാം. അങ്ങനെയല്ല, CHAKEM എന്നല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ശാഖം, CH അല്ലെങ്കിൽ CHAKEM. എങ്ങനെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചാഖം എന്നല്ലേ? അത്രേ ഉള്ളൂ, അത്ര മനസ്സിലാക്കുക. പ്രൊനൗൺസിയേഷൻ മാത്രം നോക്കുക. ചാഖം. അപ്പം ചാഖം എന്ന വേർഡാണ് ഇവിടെ ജ്ഞാനം എന്നതിന്. ജ്ഞാനം, ആ ചാഖം ഒരു ഫെമിനിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്ത്രീ. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ചാഖം എന്ന പദമാണ്. രണ്ടാമത്തത് ജെനസിസ് ചാപ്റ്റർ 3:6 നമ്മൾ കണ്ടത് എന്താ? സാഖൽ അല്ലെങ്കിൽ ഷാക്കൽ. ഷാക്കൽ. മൂന്നാമതൊരു വേർഡ് കൂടെ നമ്മൾ അറിയണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേർഡാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ, അന്നാളിൽ ഞാൻ അവരോട് പറഞ്ഞു, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു. അന്നാളിൽ ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ അറിയുന്നില്ല എന്നതിന് കൊടുത്തിരിക്കുന്ന വേർഡിന്റെ അറാമിക് പദം ഇഡ. അതിന്റെ അറാമിക് പദം അത് ഗ്രീക്ക് പദത്തിലാണ് ഉപയോഗിച്ചത്. ഗ്രീക്കിൽ ഗിനോസ്കോ എന്ന് എഴുതിയിരിക്കുന്നത്, ഗിനോസ്കോ. പക്ഷെ അതിന്റെ അറാമിക്കില് ഇഡ അല്ലെങ്കിൽ ഐഡ അല്ലെങ്കിൽ യാഡ എന്ന് പറയും. YADA എന്ന് പറയാം. ഹീബ്രുവില് YADA എന്ന് പറയും. അറാമിക്കില് YIDA എന്ന് പറയും. ഇഡ എന്ന് പറയും. സോ യാഥ എന്ന് വേണമെങ്കിൽ പറയാം. യാഥ. ഇതേ പദമാണ് നമ്മുടെ മറിയ ദൂതനെ നോക്കി പറഞ്ഞത്, ഞാൻ പുരുഷനെ അറിയായികയാൽ അത് എനിക്ക് എങ്ങനെ ഭവിക്കും? യാഥ എന്ന പദമാണ്. യാഥ എന്ന പദമാണ്. അതേ വേർഡ് തന്നെയാണ് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. നോയിങ് ദ ഫാദർ ഗോഡ് ത്രൂ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബൈ ദ ഹോളി ഗോസ്റ്റ് ഈസ് എറ്റേണൽ ലൈഫ്. നോയിങ്, ഗിനോസ്കോ, യാഥ. യാഥ എന്ന വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷനെ അപ്പൊ എത്ര പുരുഷനെ അറിയാന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുവരെ പുരുഷനെ കണ്ടിട്ടില്ലെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? she didn't have any intimate relationship with a man. മേരി പറഞ്ഞു, I don't know, എനിക്ക് ആ പുരുഷനെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആ പുരുഷനുമായിട്ട് ഇൻറ്റിമസിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ആ അറിവിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ട് ചാഖേം എന്ന പദം? ചാഖം എന്ന വാക്കിന്റെ അർത്ഥം, ചാഖം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമുക്കറിയാം. എബ്രായ വാക്കുകൾക്ക് എല്ലാ വാക്കുകളും റിലേഷണലാണ്. അതായത് എല്ലാ വാക്കും എന്തുവാ, ചുമ്മാതൊരു നെയിംലി വേഴ്സസ് അല്ല, മറിച്ച് റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്തെങ്കിലും ഒന്നുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ബന്ധങ്ങൾക്ക് അധിഷ്ഠിതമായ വാക്കുകളാണ് എബ്രായ വാക്കുകൾ. അപ്പൊ ചാഖേം എന്ന വാക്കിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം അവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അതിനെ സ്ത്രീ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ടാണ് അവിടെ ജ്ഞാനത്തെ കാണുന്നത്. കാരണം സ്ത്രീക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീയാണ് ഓൾവേസ് ഗീവ്സ് ബർത്ത് ടു ന്യൂ ലൈഫ്. പുതു ജനനം കൊണ്ടുവരുന്നത് സ്ത്രീയാണ്. അപ്പൊ സ്ത്രീക്കൊരു വലിയ പ്രത്യേകതയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിരി കൊടുത്താൽ വലുതാക്കി തരും. ചിരി, അതായത് ഒരു മുടിയുടെ ഇഴയുടെ അഗ്രത്തിന്റെ 15-1
അത്രയേ ഉള്ളൂ ഒരു സ്പേം, ഒരു സീഡ്. ആ സീഡ് കണ്ണിൽ കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിൽ കാണുന്ന ആ സീഡ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ അത്രേ കൊടുക്കുന്നുള്ളൂ. ഒരു പുരുഷൻ 10 മാസം കഴിയുമ്പോൾ അവളൊരു ബേബി തിരിച്ചു തരും. ഇതാണ് സ്ത്രീ. ഒറ്റ വാക്കി പറഞ്ഞത്. നിങ്ങൾ ഇച്ചിരി കൊടുത്താൽ വലിയ കാര്യം തിരിച്ചു തരും. നിങ്ങൾ ഇച്ചിരി വഴക്ക് കൊടുത്താൽ ഭൂകമ്പം തിരിച്ചു തരും. നിങ്ങൾ ഇച്ചിരി കുറച്ച് ചെറിയ ഒരു പിണക്കം കൊടുത്താൽ മതി, 3-ാം ലോക മഹായുദ്ധം തിരിച്ചു തരും. നിങ്ങൾ ഇച്ചിരി സന്തോഷം ചെയ്താൽ മതി, ആനന്ദം പരമാനന്ദം തിരിച്ചു തരും. ഇതാണ് സ്ത്രീക്ക് ദൈവം കൊടുത്തേക്കുന്ന കഴിവാണ്. അല്പം കൊടുത്താൽ അതിനെ വലുതാക്കി തരാനുള്ള കഴിവ് സ്ത്രീക്ക്. ശകലം കൊടുത്താൽ ഇച്ചിരി മതി. അവർക്ക് അതാണ്, പെണ്ണുങ്ങൾക്ക് ഇച്ചിരി മതി, ഇച്ചിരിയും മതി. അതാണ് വുമൺസിൻ്റെ പ്രത്യേകത. വാരിക്കോരിയൊന്നും കൊടുക്കണ്ട, അല്പം ഒരു ശകല സ്നേഹം കൊടുത്താൽ സ്നേഹത്തിൻ്റെ പെരുമഴ, ഷവേഴ്സ് ഓഫ് ലവ് വരും. ദാറ്റ് ഈസ് ദ നേച്ചർ. സോ ഇവിടെ വുമൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ദ വുമൺ ഈസ് ഓൾവേസ് ഗിവിങ് ബർത്ത്. എപ്പോഴും ഇങ്ങനെ ജീവൻ, പുതുജീവനെ കൊടുക്കുന്ന ആൾ. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന ചക്കേം എന്ന വേർഡിൻ്റെ യഥാർത്ഥം ഇറ്റ് ഈസ് ഓൾവേസ് ഗീവ്സ് ബർത്ത് ടു ന്യൂ ഐഡിയാസ്. ന്യൂ ഐഡിയ, ഇത് കേൾക്കണം, ന്യൂ ഐഡിയ ആൻഡ് ന്യൂ ഇൻസൈറ്റ് ഇൻ ദ സ്പിരിറ്റ് റെലം, അല്ലെങ്കിൽ ആത്മലോകത്ത് ബുദ്ധിയുടെ മണ്ഡലത്തിൽ പുതിയ ഐഡിയാസും പുതിയ ഇൻസൈറ്റ്സും നൽകുന്നതാണ് ഈ ചാക്കേം. അപ്പം ചാക്കേം ഒരാൾക്കുണ്ടെങ്കിൽ ആ ആൾ ഒരു ക്രിയേറ്ററാവും. അദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു സ്പിരിറ്റ് ഓഫ് ക്രിയേഷൻ ഉണ്ടായിരിക്കും. ഹി വിൽ ക്രിയേറ്റ്. ശരി, ഈ വിസ്ഡം അല്ലെങ്കിൽ ഈ ചാക്യം എന്ന വേർഡ് എങ്ങനെയാണ് ഇത് റിലേഷനിലാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ വിസ്ഡം കംസ് ഫ്രം, ഇത് എവിടുന്ന് വരുന്നത് ചോദിച്ചാൽ ഇറ്റ് കംസ് ഫ്രം ഇൻറ്റിമസി ആൻഡ് നോയിങ് ഓൺസ് ഹാർട്ട്. അതായത് ഒരാളിനോടുള്ള ഇഴുകിയ ബന്ധത്തിൽ ആ ആളിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ചാക്യം. അപ്പം ചാക്കം എന്ന വേർഡിൻ്റെ അർത്ഥം ഇൻറ്റിമസിയുടെ നടുവിൽ ഒരാളിൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ഐഡിയാസും ഇൻസൈറ്റ്സിനെ പേരാണ് ചാക്യം. സോ ഈ വേർഡാണ് ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ചോദിച്ചു, ലോർഡ് ഗിവ് മീ, എനിക്ക് എന്താണ് ഒരു ജ്ഞാനമുള്ള ഹൃദയം തരണം. ജ്ഞാനമുള്ള ഹൃദയം തരണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ചെയ്തത് ശലോമോന്റെ ഹൃദയത്തെ ദൈവം തൻ്റെ ഹൃദയവുമായിട്ട് ചേർന്ന് ഒന്നാക്കി. ഇത് വളരെ വ്യക്തമാണ്. അതായത് ഇവൻ ചോദിച്ചത് എനിക്ക് ജ്ഞാനമുള്ള ഹൃദയം തരണമെന്ന്. അപ്പം ദൈവം ഒരു പുതിയ ഹൃദയം കൊടുക്കുകയല്ല, ദൈവം തൻ്റെ ജ്ഞാനമുള്ള ഹൃദയത്തോട് ശലോമോന്റെ ഹൃദയത്തെ ചേർത്ത് ഒന്നാക്കി. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, സ്ത്രീകൾ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ച് അന്യദേവന്മാരുടെ അടുക്കിലേക്ക് അവനെ കൊണ്ടുപോയി. അപ്പോൾ യഹോവയ്ക്ക് അവനോട് അനിഷ്ടം തോന്നി, യഹോവ അവനോട് കോപിച്ചു. നഭാഷ് എന്നൊരു വാക്ക്, കോപിച്ചു. ആ വേർഡിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ കോപിച്ചു എന്നതിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നറിയാമോ? നമ്മൾ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് കരിവെന്നല്ല. ഇദ്ദേഹം വാങ്ങിച്ചത് ചാക്കേം ആണെന്നതിൻ്റെ തെളിവാണ്. ഇദ്ദേഹം ദൈവത്തെ വിട്ടു പോയപ്പോൾ, ഇദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം കോപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കോപിച്ചു എന്നല്ല ഒറിജിനൽ എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് നഭാഷ എന്നൊരു വാക്കാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവിടെ നോക്കിയാൽ മതി. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് അവർ. എനിക്കൊന്ന് 4-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം തോന്നുന്നു. കോപിച്ചു, പക്ഷെ അത് കോപിച്ചു എന്നല്ല അർത്ഥത്തിലർത്ഥം. സത്യത്തിൽ അർത്ഥം ദൈവത്തിൻ്റെ ഹൃദയം റാപ്ചറായെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിന് ദേഷ്യം എന്നല്ല, ദൈവത്തിൻ്റെ ഹൃദയം മുറിവേറ്റു എന്നാണ്. ഇന്ന് മനോഹരമാണ് നോക്കി ആ വാക്യങ്ങളെ ചിന്തിക്കാൻ. അപ്പം ഇവൻ്റെ ഹൃദയം ദൈവത്തിങ്കിൽ നിന്ന് ഈ സ്ത്രീകളെല്ലാം കൂടെ വലിച്ചുകൊണ്ട് പോയപ്പോൾ മുറിവേറ്റത് ശലോമോന്റെ ഹൃദയമല്ല. ശലോമോന്റെ ഹൃദയം കഠിന ഹൃദയമായി പോയപ്പോൾ ഇവിടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഹൃദയമുള്ളത്, അത് ദൈവത്തിന്റെ ഹൃദയം. അപ്പൊ ദൈവ ഹൃദയത്തിന് മുറിവേറ്റെന്ന, ദൈവം കോപിച്ചെന്നല്ല.
അപ്പൊ ശാലോമോന് ദൈവം കൊടുത്ത ജ്ഞാനം അത്. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനമുള്ള ഹൃദയവും ശാലോമോന്റെ ഹൃദയവും തമ്മിൽ ഒന്നായി. അപ്പൊ അവൻ ശാലോമോന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ ശാലോമോന്റെ ഹൃദയത്തിനല്ല മുറിവേറ്റത്, ശാലോമോന്റെ ഹൃദയത്തിനാണ് മുറിവേറ്റത്. ശാലോമോന്റെ ദൈവത്തിന്റെ ഹൃദയത്തിനാണ് മുറിവേറ്റത്. ദൈവത്തിന്റെ ഹൃദയത്തിനാണ് മുറിവേറ്റത്. പ്രൈസ് ഗോഡ്. ഇതാണ് ചക്കേം. ചക്കേം ശ്രദ്ധിക്കണം. ചക്കേം എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് കൈമാറി വരുന്ന വിഷ്ണു. 2. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നേരത്തെ സഖേൽ അല്ലെങ്കിൽ ഷഖേൽ എന്ന വാക്ക്. ഷഖേൽ എന്ന വാക്ക് ഈ സ്ത്രീയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ഹവ്വ പറയുകയാണ് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഇതാ പ്രശ്നം. ഞാൻ മനസ്സിലാവും എന്തുകൊണ്ട് മനുഷ്യൻ വീണു. ഇസ് എ മാറ്റർ ഓഫ് മാനേജ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ യേശു മനുഷ്യനെ രക്ഷിക്കാൻ വന്നത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല. ഇതൊക്കെ വിഡ്ഢികളുടെ പ്രസംഗമാണ്. സ്വർഗം മനുഷ്യനെ യേശു ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കാൻ വന്നത് സ്വർഗത്തിലേക്ക് നിത്യത്തിലേക്ക് കൊണ്ടുപോകാനല്ല. പിന്നെന്താ? വാഴ്ചയിലേക്ക് അവനെ പുനഃസ്ഥാപിക്കാനാണ്. അവന്റെ ബിസിനസ് അവന് തിരിച്ചു കൊടുക്കാനാണ്. അവന്റെ രാജ്യം തിരിച്ചു കൊടുക്കാനാണ്. 25-ാമത്തെ അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞത്? ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന രാജ്യത്തെ കൈവശമാക്കാനാ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളല്ല എന്താ? ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. നമ്മുടെ ഉദ്ദേശിമാർക്ക് അറിയാത്തതും പ്രസംഗിക്കാത്തതുമായ മെസ്സേജാണ് യേശു പ്രസംഗിച്ചത്. യേശുവും അപ്പോസ്തലന്മാരും പ്രസംഗിച്ച ഒന്നുമല്ല നമ്മുടെ ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പൊ ആദമിനെ ദൈവം എന്തിനാ വീണ്ടെടുത്തത്? എവിടുന്ന വീണ്ടെടുത്തത്? വീഴ്ചയിൽ നിന്ന് വാഴ്ചയിലേക്കാണ് വീണ്ടെടുത്തത്, അല്ലാതെ സ്വർഗത്തിൽ നിന്നല്ല താഴെ വീണത്. സ്വർഗത്തിൽ നിന്ന് താഴെ വീണെങ്കിൽ വീണ്ടെടുപ്പ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ജനത്തെ കബളിപ്പിക്കുന്ന ഓരോ മെസ്സേജുകളാണ്. ക്രൈസ്തവ ലോകം മുഴുവൻ പൊല്യൂട്ടഡാണ്. ഇത് വിശ്വസിക്കാൻ കൊള്ളൂല. ഇന്നത്തെ ക്രിസ്ത്യാനി പ്രസംഗിക്കുന്ന മെസ്സേജ് വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു കഴമ്പുമില്ല. ഇത് വിശ്വസിക്കുന്ന നമ്മൾ നാണം കിട്ടുപോകും 10 പേരുടെ മുമ്പിൽ. നമ്മുടെ പള്ളിക്കകത്ത് നമുക്ക് അപ്രിസിയേഷൻ കിട്ടും, പക്ഷെ നമ്മൾ ലജ്ജിക്കപ്പെട്ടു പോകും. പോട്ടെ. അപ്പൊ ഷാക്കേൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷാക്കേൽ എന്ന് പറഞ്ഞാൽ ഇവൾ ആരാ? ഇവള് ബിസിനസ് വുമൺ ആണ്. ഹൗവയെ നമ്മൾ ഇനി കാണുന്നത് ഒരു മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി മാനേജറാണ്, അല്ലാതെ ചർച്ചിലെ പാസ്റ്ററിന്റെ ഭാര്യയല്ല. പാസ്റ്ററിന്റെ ഭാര്യയല്ല. ഷീ വാസ് എ ബിസിനസ് വുമൺ. സോ ബിസിനസ് വുമണിന് വന്ന ടെംപ്ടേഷനാണ്. ബിസിനസ് വുമണിന് വന്ന ടെംപ്ടേഷൻ ബിസിനസ് ആയിരിക്കും. ബിസിനസ് സംബന്ധമായിട്ടായിരിക്കും. ഷാക്കേൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോവാം. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കുന്നവരുടെ ഹൃദയം കൈമാറുന്നു. അവരുടെ ഹൃദയം കൈമാറുമ്പോൾ ആ പുരുഷന്റെ ഹൃദയത്തിനകത്തുള്ള വിഷ്ണം ഓട്ടോമാറ്റിക്കലായിട്ട് ആ സ്ത്രീയിലേക്ക് കൈമാറ്റപ്പെടും. നാളുകൾ കഴിയുമ്പോൾ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പുരുഷനൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, വലിയൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, ആ ബിസിനസ്സിന്റെ സീക്രട്ടുകളെല്ലാം ഹൃദയം കണക്റ്റഡ് ആയ ആളുകൾക്ക് ഇത് മനസ്സിലായത്. ഹൃദയം കണക്റ്റഡ് ആകുന്ന ആളാണ് ഫെയ്ത്ത്ഫുൾ, ഇന്റഗ്രിറ്റി ഉള്ള ആളുകളാണ്. ഈ ദൈവം തൻ്റെ ഹൃദയവുമായിട്ട് കണക്റ്റഡ് ആയ ആളുകളോട് മാത്രമേ ദൈവം തൻ്റെ സീക്രട്ടുകൾ പറയത്തുള്ളൂ. ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത് ആരെല്ലാം അവനോട് ഹാർട്ടായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് അവരോട് മാത്രമേ ഉള്ളൂ. ഇപ്പം ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ആ ബന്ധത്തിൽ അവരുടെ ഹൃദയങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു, ഒന്നാകുന്നു. അപ്പോൾ അതിനകത്ത് ട്രാൻസ്ഫർ ആകുന്നതാണ് ചാക്കേം എന്ന വിഷ്ണം. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ ഇവൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് അവളിങ്ങനെ അതിൽ ഗ്രോ ആകുമ്പോൾ ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യും? കുറേ സമയം കഴിയുമ്പോൾ he will expose the secret of his business. അവൻ്റെ ബിസിനസ്സിൻ്റെ രഹസ്യങ്ങൾ ലോകത്തിൽ ആരോടും പറയില്ല. ആരോടും പറയാതെ തൻ്റെ ഭാര്യയോട് പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സീക്രട്ടുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സീക്രട്ടുകൾ, ബിസിനസ്സിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ
തൻ്റെ ഹൃദയവുമായിട്ട് ഒന്നായിരിക്കുന്ന തൻ്റെ പത്നിയോട് കൈമാറുന്നതിൻ്റെ പേരാണ് ഷാഖേൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹൗവ ഇവിടെ വന്നിട്ട് പാമ്പെന്ന് പറയുന്ന ആളിനോട് പറയുക, അവരുടെ കോൺവെർസേഷനിൽ യഹോവയിൽ നിന്ന് സ്വീകരിക്കേണ്ട ഷാഖേൽ ഒരു ഡിസീവ്ഡ് സ്ഥലത്ത് നിന്ന്, ഡീമന്റെ കയ്യിൽ നിന്ന്, സാത്താന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ അനദർ പേഴ്സന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചതിന്റെ പേർ അവൾ സ്വീകരിക്കാൻ തുടങ്ങി. അതാണ് ഷാഖേൽ. ആ ഷാഖേൽ വാസ്തവത്തിൽ റിസീവ് ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്നാണ്. എൻ്റെ സ്നേഹിതർ, പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഷാഖേൽ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് തൻ്റെ ബിസിനസ്സിൻ്റെ സീക്രട്ട് തൻ്റെ ഹൃദയവുമായിട്ട് ഇണങ്ങിയിരിക്കുന്ന ഒന്നായിരിക്കുന്ന ഭാര്യയ്ക്ക് കൈമാറുന്നതിൻ്റെ പേരാണ് ഷാഖേൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് ടു മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ ടു ബ്രെയിൻ ട്രാൻസ്ഫർ ആണ് ഷാഖേൽ. ഹാർട്ട് ടു ഹാർട്ട് ട്രാൻസ്ഫർ ആണ് ഷാഖേം. ഹാർട്ട് ടു ഹാർട്ടിൽ ആ ബന്ധത്തിൽ ട്രാൻസ്ഫർ ആകുന്നത് ഷാഖേമും ജ്ഞാനം. ബ്രെയിൻ ടു ബ്രെയിൻ, അതായത് സീക്രട്ട് ടു ദ സീക്രട്ട് അല്ലെങ്കിൽ രഹസ്യത്തിന്റെ കൈമാറ്റമാണ്, സ്ട്രാറ്റജിയുടെ കൈമാറ്റമാണ്, ബിസിനസ് സീക്രട്ട്, മാനേജ്മെന്റ് സീക്രട്ട്, അതിന്റെ കൈമാറ്റമാണ് ഷാഖേൽ. അപ്പൊ ഈ സ്ത്രീ എന്തിനകത്ത് അറ്റംപ്റ്റഡ് ആയി? ഹൗ അറ്റംപ്റ്റഡ് ആയത്? I want the business secret. She was expecting that business secret from the wrong person. സ്വന്തം ഭർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടവൾ, എനിക്കൊന്ന് ആദാമിൽ നിന്നാണ് ഇത് പ്രാപിക്കേണ്ടത്. ആദമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് രഹസ്യം ആർക്ക് കൊടുക്കേണ്ടത്? ഭാര്യയ്ക്ക് കൊടുക്കണം. അപ്പം ആദാമിന് ഇത് എവിടെ നിന്ന് സ്വീകരിച്ചു? ദൈവത്തിൽ നിന്ന് വന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വന്ന ആലോചന, ദൈവത്തിൽ നിന്ന് വന്ന രഹസ്യങ്ങൾ, ആദം സ്വീകരിച്ച രഹസ്യം, ആദാമിൽ നിന്ന് പ്രാപിക്കേണ്ട ഇവൾ ഒരു അന്യ പേഴ്സൺ, അനദർ പേഴ്സണിൽ നിന്ന് പ്രാപിക്കാൻ പോയി. ഷി ചൂസ് അനദർ പേഴ്സൺ ടു റിസീവ് ഷാഖേൽ. ഞാൻ ഒന്നുകൂടെ പറയാം, ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പിൽ മാത്രമേ ഇത് കൈമാറാൻ പാടുള്ളൂ. ഇവർക്ക് മനസ്സിലായി, ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലാതെ, ഇത് മനസ്സിലാക്കുന്നു, ബന്ധമില്ലാതെ ഇത് പ്രാപിക്കാൻ പറ്റുമെങ്കിൽ that is good. I don't want to be connected with anyone. I want that shakel. I want the business secret. I want the business secret. I want that administrative secret. I want the kingdom secret from that tree. Unfortunately, അവൾക്കത് മരണം കൊടുത്തു. മരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സെപ്പറേഷൻ ഫ്രം ദ ലൈഫ്. ആരാ ജീവൻ? കർത്താവാണ് ജീവൻ, ക്രിസ്തുവാണ് ജീവൻ. ഈ തൃത്വത്തിനകത്ത്, ഈ പരിശുദ്ധ തൃത്വമാണ് ജീവൻ. അവൾക്ക് മരണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവൾ അവളുടെ ഹസ്ബൻഡിൽ നിന്നും, ഹസ്ബൻഡ് ദൈവത്തിൽ നിന്നും സ്വീകരിച്ച സ്വർഗീയമായ ഷാഖേൽ, സ്വർഗീയ സീക്രട്ട് പ്രാപിക്കേണ്ടതിന് പകരം ഇവൾ എന്ത് ചെയ്തു? I want to be independent. I want to be free. I don't want that shackle from God. I want to receive it from another resource. Another resourceൽ നിന്ന് സ്വീകരിക്കാൻ പോയതിന്റെ പേര് this is rebellion. Kingdom rebellion. That is the most dangerous sin in the Christian today. Rebelliousness against the kingdom of God. ഹവ്വായ്ക്ക് എന്താ പറ്റിയത്? ഹവ്വ ഷാഖേൽ ആരിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി? പാമ്പ് കൊടുത്ത ഇൻഫർമേഷനിൽ നിന്ന്, ആ മരത്തിൽ നിന്ന്, വേറൊരു റിസോഴ്സ്. അപ്പം ഇപ്പോൾ അവൾ എന്തുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത്? ഒരു ക്രിയേഷനുമായിട്ട് കണക്റ്റഡ് ആവുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ വ്യാഖ്യാനിച്ചു, വിശദീകരിച്ചു. ദൈവം ഓപ്പണപ്പാണ്. ഈ മരം ദൈവം സൃഷ്ടിച്ചു. അപ്പം സൃഷ്ടിതാവിൽ നിന്ന് ബന്ധത്തെ വിച്ഛേദിച്ച് സൃഷ്ടികളിലേക്ക് ബന്ധം കണക്ട് ചെയ്ത് അവിടെ നിന്ന് ഇൻഫർമേഷൻ വാങ്ങാൻ ശ്രമിക്കുന്ന ഹവ്വായുടെ
ദിസ് ഇസ് എ ട്രീസൺ. ട്രീസണായത്. ഇത് വലിയ പാപമാണ്, രാജ്യദ്രോഹമാണ്. സ്വർഗത്തിൻ്റെ അംബാസിഡേഴ്സ് ആയിരിക്കുന്ന ഹെവന്റെ ബിസിനസ് സാമ്രാജ്യത്തെ കൊണ്ടു നടക്കുന്ന ആള്, വി ഡോണ്ട് വാണ്ട് എനി റിലേഷൻഷിപ്പ് വിത്ത് യു ഗോഡ്. നിന്നുമായിട്ട് എനിക്ക് ബന്ധമില്ല. വി ഡോണ്ട് വാണ്ട് ദാറ്റ് ഷാക്കൽ ഫ്രം യു. വി വാണ്ട് ടു റിസീവ് ദാറ്റ് ഷാക്കൽ ഫ്രം ദ ട്രീ. That is a treason. That is a rebellion against the kingdom of God. The first sin of the humankind is a rebellion against the kingdom of heaven. Amen. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഇവൾ എന്ത് പറഞ്ഞു? ഷീ ഈസ് എ മാനേജർ, ദ ഡെപ്യൂട്ടി മാനേജർ ഓഫ് ദിസ് എൻറ്റയർ എർത്ത്. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഡെപ്യൂട്ടി മാനേജർ. ഷീ വാസ് ഇൻ ദ മാനേജ്മെന്റ്. ഷീ വാസ് നോട്ട് എ പ്രേയിങ് വുമൺ, ഓൾ ദ ടൈം പ്രേയിങ്, കൈയടിച്ച് പാട്ട് പാടി ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല. അവൾ ഭൂമിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് വ്യക്തിയാണ്. സോ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവരുടെ ലക്ഷ്യം. സോ ഇവൾക്ക് മനസ്സിലായി, ഐ ക്യാൻ റിസീവ് സോ മെനി സീക്രട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫ്രം ദിസ് ട്രീ. സോ അവിടെയാണ് അവൾ ടെംപ്റ്റഡ് ആയത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജ്ഞാനം ഒരു ടെംപ്റ്റിംഗ് റിസോഴ്സാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ജ്ഞാനം ഭയങ്കരമായ വശീകരണ ശക്തിയുള്ളതാണ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കാ ജ്ഞാനം ആവശ്യമില്ലാത്ത? ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത കാര്യം എന്താ? വിശുദ്ധമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിങ്ങളുടെ സകല സമ്പത്തും കൊടുത്ത്, നിങ്ങളുടെ സകല സമ്പത്തും നിങ്ങൾ കൊടുത്ത് ജ്ഞാനം സമ്പാദിച്ചോളാം. നിങ്ങൾ ബാങ്കിലൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന പൈസയൊക്കെ കൊടുത്ത് നല്ല വിവരമുള്ളവരുടെ പുസ്തകം വാങ്ങിക്കണം. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ 10 സെന്റ് സ്ഥലമുണ്ട്, അതും വിൽക്കണം. ചുമ്മാ അത് ഇവിടെ അത്യാവശ്യം ഇല്ലെങ്കിൽ കേട്ടോ. നിങ്ങളുടെ സമ്പത്ത് കൊടുത്ത് നിങ്ങൾ ജ്ഞാനം സമ്പാദിക്കണം. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. ഞാനൊരു ഈ ബൈബിളിൽ വള്ളിയും പുള്ളിയും മാറിപ്പോകത്തില്ലെന്നൊരു വാക്യമുണ്ട്. വായിച്ചിട്ടുണ്ടോ? വള്ളിയും പുള്ളിയും മാറിപ്പോകത്തില്ലെന്ന ആ വാക്യം പഠിക്കാൻ ഇന്നേക്കും ഏകദേശം ഒരു 10-15 വർഷത്തിന് മുമ്പ് ഞാൻ അന്ന് ജെറുസലേം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു യെറുഷലേമിലെ ഒരു റബനിക് ഗ്രൂപ്പിൽ ഞാൻ അവരുടെ പഠനത്തിലാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അത് ഓൺലൈൻ പഠനം, ഇന്നത്തെ പോലെ ഓൺലൈൻ പഠനം. ആ സമയത്ത് ഈ ജോട്ടൺ ടൈറ്റിൽ എന്ന് പറയും, ഇത് വാങ്ങിക്കാൻ, ഇതിൻ്റെ ഒരു CD വാങ്ങാൻ, അത് ഒരു ഓഡിയോ CD-യാണ്. നിങ്ങൾ നോക്കണം, ഒറ്റ ഓഡിയോ CD-ക്ക് ഐ സ്പെൻഡ് 4,000 rupees. 4,000 rupees. കാരണം അത് ഇവിടെ വരണമെങ്കിൽ 4,000 രൂപ ചില ഒരു CD, 10 രൂപയുടെ CD-ക്ക്. കാരണം അതിനകത്തെ ട്രഷർ അത്ര വലുതായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ആരെങ്കിലും ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്താണ് വള്ളിയും പുള്ളിയും എന്ന് വള്ളിയും പുള്ളിയും തെറ്റാതെ പഠിപ്പിച്ചു. പക്ഷെ അത് റിസോഴ്സാണ്. തരത്തില്ല ആർക്കും. 4,000 രൂപ തരാമെങ്കിൽ അതിൻ്റെ കോപ്പി തരാം. ഫ്രീ ആയിട്ട് ഇനി ആർക്കും ജ്ഞാനമില്ല. നമ്മൾ ലൈവിൽ തരുന്ന മാത്രമേ ഉള്ളൂ. 4,000 rupees ഐ സ്പെൻഡ് ഇറ്റ് ബിക്കോസ് ഐ ലവ്. ആർക്കാ ജ്ഞാനമില്ല? പക്ഷേ ഹൗവ എന്തിനകത്ത് അട്രാക്റ്റഡ് ആയി? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹൗവ മരണം പോലും പേടിക്കാത്ത കാരണം മരണത്തെക്കാൾ പവർഫുൾ ആണ് ജ്ഞാനം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മരണത്തെക്കാൾ ശക്തിയേറിയതാണ് ജ്ഞാനം. ത്രട്ടണിങ്, മരണഭയം ഉണ്ടായിട്ടും മരണഭീഷണി ഉണ്ടായിട്ടും ജ്ഞാനത്തിലേക്ക് ഒരുത്തി അട്രാക്റ്റഡ് ആയെങ്കിൽ വിസ്ഡം ഈസ് സോ പവർഫുൾ ദാൻ ഡെത്ത്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, മരണത്തെക്കാൾ പവർഫുൾ ആണ് ജ്ഞാനം. നീ ചാകും എന്ന് പറഞ്ഞിട്ടും ആ മരണഭീതിയോ ഭീഷണിയോ ഒന്നും അവളെ തൊട്ടിട്ടില്ല. അവൾ ശക്തമായി ആ ജ്ഞാനം പ്രാപിക്കാം. ഷഖേൽ, ദ ബിസിനസ് സീക്രട്ട്. ദൈവം എന്നെ അനുവദിക്കുന്നെങ്കിൽ 2020-2021 3 വർഷങ്ങളെല്ലാം വി ആർ ഗോയിങ് ടു ടീച്ച് യു അബൌട്ട് ദ കിങ്ഡം സീക്രട്സ്. തിരുവെഴുത്തുകൾക്കകത്തു നിന്ന് ഇത് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൽ ആഗ്രഹിക്കുക. ആമേൻ. ആമേൻ.
സോ ഷാക്കേൽ അവൾക്ക് എവിടുന്ന് ഇത് പ്രാപിക്കണം? ഐ വാണ്ട് ഇറ്റ് ഫ്രം ദ ട്രീ, നോട്ട് ഫ്രം. ഇത് എവിടുന്നാ സത്യത്തിൽ വരേണ്ടത്? ഇതാ ശ്രദ്ധിക്കേണ്ടത്. എവിടുന്നാ ഇത് വരേണ്ടത്? പിതാവായ ദൈവത്തിൻ്റെ കൂടെ, ദേവാദി ദൈവത്തിൻ്റെ കൂടെയുള്ള ഹൃദയപ്രകാരമുള്ള ഇൻറ്റിമസിയിൽ നിന്ന് കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ, യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ആ കൂടെ ഇരുന്ന് നീ വിശ്വസ്തൻ എന്ന് കണ്ട് സ്വർഗത്തിലെ തമ്പുരാൻ തൻ്റെ ബിസിനസ് സീക്രട്ട്, തൻ്റെ രഹസ്യത്തെ അവനോട് ഇൻറ്റിമസിയിലിരിക്കുന്ന ആളുകൾക്ക് കൈമാറുന്ന ഷാക്കേൽ ഇവൾ എവിടുന്ന് പോയി പ്രാപിച്ചു? ഇതാ സംഭവം. എന്തുകൊണ്ടാണ് ഇവർക്ക് മരണം സംഭവിച്ചെന്ന് പറയാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെങ്ങനെ ഒന്നുകൂടെ മനസ്സിലാക്കി തരട്ടെ. അത് എങ്ങനെ ഞാൻ ഇവളെ കൊന്നു? ഇത് കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ആ ലൈഫിനകത്തിൻ്റെ അതിൻ്റെ മെച്യൂരിറ്റിയിൽ റിസീവ് ചെയ്യേണ്ടതാണ് ഈ ഷാക്കേൽ. ഈ ഷാക്കേല് ഇവളിപ്പോൾ എവിടുന്ന് വായിച്ചു? ബന്ധമില്ലാതെ, ഒരു റിലേഷനും ഇല്ലാതെ, ഒരു ബന്ധവും ഇല്ലാതെ, എനിക്ക് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ഒരു വിത്തൗട്ട് പേയിങ് പ്രൈസ്. എനിക്ക് തോന്നുന്നു ഇവള് പറഞ്ഞാണ്, നീ ഇരുന്ന് ഇനിയും കാത്തിരുന്ന് പ്രാപിക്കേണ്ടത് ഞാൻ പഴം പറിച്ച് തിന്ന് പ്രാപിച്ചത്. അതായത് റോങ് വേയിൽ പ്രാപിക്കുക. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇവളെ കൊന്നു? ഇതാണ് ആൻസർ. എന്തുകൊണ്ട് ഇവിടെ മരണം വന്നു? 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ വായിലോട്ട് ഒരു ചിക്കൻ പീസ് നമ്മൾ കുത്തിക്കയറ്റി കൊടുത്താൽ അത് ജീവിക്കോ ചാവുമോ? മച്യൂർ ആകാത്ത, വളർച്ച പ്രാപിക്കാത്ത, ഡൈജഷൻ ഇൻഡസ്ട്രിയൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാറാകാത്ത ഒരു കുഞ്ഞിൻ്റെ വാക്കകത്തോട്ട് നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്താൽ ആ കുട്ടിയെ അത് കൊല്ലും. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, ഇൻറ്റിമസിയിൽ ചാക്കയം വരണം ആദ്യം. ആ ചാക്കയം പ്രാപിച്ചിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഷാക്കേൽ ഇവള് ബൈപ്പാസിലൂടെ പോയി പ്രാപിച്ചപ്പോൾ ആ ജ്ഞാനം അവളെ കൊന്നു. അങ്ങനെയാണ് മനുഷ്യൻ മരിച്ചത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മരിച്ചു? ഇത് നീ പ്രാപിച്ചത് ഇമ്മച്യൂർ ആയിട്ടാണ് പ്രാപിച്ചത്. നിങ്ങൾക്കറിയാമോ, ഈ നന്മ തിന്മ ആർക്ക് വെച്ചെന്നറിയുമോ? പ്രായത്തിൽ തികവുള്ളവർക്കുള്ളതാണ്. അതായത് മച്യൂരിറ്റി. വാസ്തവത്തിൽ ഈ പഴം പറിക്കേണ്ടത് എപ്പോഴെന്നറിയോ? ഇവർ മച്യൂരിറ്റിയിലേക്ക് വരുമ്പോഴാണ്. അത് നമ്മൾ വായിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 5-ാം അധ്യായം വായിക്കുക. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിനകത്ത് കട്ടിയുള്ള ആഹാരം കഴിക്കുന്നവർക്ക് നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾക്കുള്ള What is the use of knowledge and wisdom after spiritual death? Wisdom will not work according to its... മരിച്ചവർക്ക്, സ്പിരിച്വലി മരിച്ചവർക്ക് നോളജിൻ്റെ വിസ്ഡത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവള് ചാകാൻ വേണ്ടിയല്ല ഇത് വാങ്ങിച്ച്. കാരണം മരണഭീതിയേക്കാൾ ഇവർക്ക് അട്രാക്റ്റഡ് ആയിരുന്നു ഏത്? ഈ വിസ്ഡം. അപ്പം നമ്മൾ മനസ്സിലായില്ലയോ, ഈ കിട്ടാനുള്ളതിൻ്റെ വാല്യൂ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാതകൾ എത്ര കഠിനമായാലും നമ്മൾ ശ്രമിക്കും. സ്പിരിച്വൽ അവർക്ക് അറിയത്തില്ല മരണത്തെ സംബന്ധിച്ച്. വിസ്ഡം അക്കോർഡിംഗ് ടു മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന് ഞാൻ മച്യൂരിറ്റിയിലേക്ക് പോയാൽ ഞാൻ ഒത്തിരി പോകണം. നമുക്കറിയുമോ, ദ ഓർഡർ ഓഫ് മൽക്കീസദേക്ക്, എന്തായാലും നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി തരാം. ഓർഡർ ഓഫ് മൽക്കീസദേക്ക് എന്നൊരു വാക്ക് ബൈബിളുണ്ട്. മൽക്കീസദേക്കിൻ്റെ ക്രമം, ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അതായത് ഓർഡർ ഓഫ് മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ സിസ്റ്റമാണ്, ഒരു സിസ്റ്റം ഓഫ് ലിവിംഗ് ആണ്. ദാറ്റ് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് എ സ്പിരിച്വൽ പേഴ്സൺ. ബൈബിളിൽ ഇതുവരെ വെളിപ്പെടാത്തൊരു ഓർഡറാണ്. ദ ഓർഡർ ഓഫ് മൽക്കീസദേക്ക് എന്നത് ഇന്ന് വരെ ക്രിസ്ത്യൻ ചർച്ച് കണ്ടിട്ടില്ല. അതാണ്, ആ മണ്ഡലത്തിലാണ് ഈ ബിസിനസിന്റെ ക്ലൈമാക്സ്. അതായത് ദൈവത്തിന്റെ സീക്രട്ടുകൾ മൊത്തം റിവീൽ ആകാൻ പോകുന്നത് ഓർഡർ ഓഫ് മൽക്കീസദേക്കിലാണ്. യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതൻ എഴുതിയേക്കുന്നത്. ഈ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്റെ ജോലി നമ്മൾ ലോകത്ത് കാണുന്ന ഒരു പുരോഹിതന്റെ ജോലിയല്ല. ഓർഡർ ഓഫ് മൽക്കീസദേക്കിലാണ് മരണത്തെ എറാഡിക്കേറ്റ് ചെയ്യുന്നത്.
ഈ അതിനെങ്ങനെ പറയണത്, ഇമ്മോർട്ടാലിറ്റി എന്നൊരു ട്രൂത്ത് ഉണ്ട്. ഇമ്മോർട്ടാലിറ്റി വർക്കൗട്ട് ആകാൻ പോകുന്നത് ഓർഡർ ഓഫ് മൽക്കിസദേക്കിലാണ്. കാരണം മൽക്കിസദേക്കിനെ കുറിച്ച് ഒത്തിരി പഠനമുണ്ട്, അറിയുമോ? മൽക്കിസദേക്കിന് മരണമില്ലായിരുന്നു. അവന് അപ്പനില്ല, അമ്മയില്ല, മരണം. സത്യത്തിൽ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ. മൽക്കിസദേക്ക് എറ്റേണൽ ട്രാൻസ്ഫർ ആയെന്നാണ് ഏൻഷ്യന്റ് പഠനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇമ്മോർട്ടാലിറ്റിയിലായിക്കോളി, എൻറ്റേർഡ് ഇൻടു ഇമ്മോർട്ടാലിറ്റി, ജസ്റ്റ് ലൈക്ക് ഹാനോക്കിനെ പോലെ ഈ ശാലേം രാജാവ് മൽക്കിസദേക്ക് എൻ്റർ ആയെന്ന്. സോ ഓർഡർ ഓഫ് മൽക്കിസദേക്കാണ് മച്യൂരിറ്റി. ഇപ്പം മോഫിൻ ബ്രദർ പറഞ്ഞതിന് ഞാനിപ്പോൾ ഇതിനകത്ത് കൂടുതൽ വിശദീകരണം എനിക്ക് തരാൻ പറ്റില്ല, എൻ്റെ ഇത് തീർത്തുമില്ല, ഒത്തിരി സമയമെടുക്കും. നമുക്ക് പിന്നത് ഞാൻ വേറൊരു അവസരത്തിൽ അത് പറഞ്ഞോളാം. വിസ്ഡം എന്ന് പറയുന്നത് മച്യൂർ പേഴ്സൺ ഉള്ളതാണ്. മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? റിലേഷൻഷിപ്പിലേ വരത്തുള്ളൂ. റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ്? ദൈവവുമായിട്ടുള്ള ബന്ധം. ദൈവവുമായിട്ട് ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് വരുമ്പോൾ ചാക്കയും വരും. ഇത് മനസ്സിലായി? ചാക്കയും, ഹൃദയവും തമ്മിൽ ഒന്നാകുമ്പോൾ കൈമാറുന്ന ജ്ഞാനത്തിന്റെ പേരാണ് ചാക്കയും. ഈ ബന്ധത്തിൽ ഇരിക്കുന്ന ആളിൻ്റെ അടുക്കൽ മാത്രമേ ദൈവം തൻ്റെ വിസ്ഡം, തൻ്റെ എന്തു പറയണ്ടേ, തൻ്റെ സീക്രട്ട്, തൻ്റെ ബിസിനസ് സീക്രട്ട് കൈമാറത്തുള്ളൂ. ദൈവത്തിന് ഹൃദയത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളുടെ കയ്യിലെ ദൈവം തൻ്റെ സീക്രട്ട് കൈമാറും. ആ സീക്രട്ടിൻ്റെ പേരാണ് ഷാക്കേൽ. സോ ഇവൾ വെറുതെ പോയൊരു പഴം മോഹിച്ച് തിന്നതല്ല, ഇവൾക്ക് ബിസിനസ് സീക്രട്ടിന് വേണ്ടിയാണ് ഇത് പോയത്. നേരത്തെ പറഞ്ഞില്ല, സ്പിരിച്വൽ ഡെത്ത് എന്താ, ഫിസിക്കൽ ഡെത്ത് എന്താണെന്നൊന്നും ഈ ആളുകൾക്ക് അറിയത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത് കഴിച്ചാൽ ഉടനെ ഇവർ ചത്തുപോകും, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഉടനെ ഇവർക്ക് ലൈഫുമായിട്ടുള്ള ബന്ധം കട്ടായി പോകുന്നു, ആ വിസ്ഡം പിന്നെ വർക്കൗട്ട് ആകത്തില്ലെന്നുള്ള ബോധം ഇവർക്കില്ല. അപ്പൊ ഷക്കൽ എന്ന് പറയുന്നത് ബിസിനസ് സീക്രട്ടാണ്. ഞാൻ ഒത്തിരി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അടുത്തൊരു ഭാഗത്തും കൂടെ പോയി നിർത്താം. അടുത്തൊരു ഭാഗം നിങ്ങൾക്കറിയാലോ. അപ്പം എന്തുകൊണ്ട് ഹൗവ ഇത് ഭക്ഷിച്ചു എന്നതിന് ഒരു ആൻസർ ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ കിങ്ഡം പേഴ്സ്പെക്റ്റീവ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും വർഷത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നിങ്ങൾക്ക് കൈമാറി, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ കളയാം, നോ പ്രോബ്ലം. കാരണം ഫ്രീഡം എല്ലാവർക്കും ഉള്ളതുകൊണ്ട്. സ്തോത്രം. വാട്ട് യു ഹാഡ് വിസ്ഡം ബിഫോർ വാട്ട് യു യെസ്, ദാറ്റ് ഇസ് ദ ട്രൂത്ത്. ദൈവത്തിൻ്റെ വിസ്ഡം ഓഫ് ഗോഡ് എന്നല്ല, യഥാർത്ഥത്തിൽ ഇവർ കർത്താവിൻ്റെ കൂടെ നടന്ന് അല്ലെങ്കിൽ ആ ഒരു ഈ ഹെവൻ്റെ ഈ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഫുൾ അഡ്മിനിസ്ട്രേഷനകത്ത് ഒരു മച്യൂർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവരൊരു ഇമോർട്ടൽ സ്റ്റേജിലേക്ക്, അതായത് ഒരു സിന്നിന് മരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇത് കഴിച്ചാൽ ചാകാത്തൊരു പരുവത്തിൽ എത്തുമ്പോൾ, നേരത്തെ മൊബൈൽ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇത് കൈമാറാനിരുന്നതാണ്. അല്ലാതെ ഇത് ദൈവം തമ്പുരാൻ ഈ വിലക്ക് ആർക്കും വേണ്ടാതെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നതല്ല, ചുമ്മാ ഒരെണ്ണം സൃഷ്ടിക്കത്തില്ലല്ലോ. ഗോഡ് വിൽ നെവർ ക്രിയേറ്റ് എനിത്തിങ് വിതൗട്ട് എനി പർപ്പസ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ കൈ ബിരിയാണി, ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് ബിരിയാണി കൊടുത്താൽ കുഞ്ഞിന് എന്ത് സംഭവിക്കും? അത് തന്നെയാണ് ആ വൈക്ക് സംഭവിച്ചത്. കാരണം ഇവള് ലേറ്റായിട്ട് വാങ്ങിക്കേണ്ട കാര്യം ഇയർലി ആയിട്ട് വാങ്ങിച്ചു. അത് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ഗോഡ്, വിത്തൗട്ട് എനി ഹാർട്ട് റിലേഷൻഷിപ്പ്. സംഭവം ഇത്രേ ഉള്ളൂ, ഇവർ ക്രിയേറ്റഡ് ബൈ ഗോഡ് ആണെങ്കിലും ദേ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ദ ഓൾമൈറ്റി ഗോഡ്. ദൈവവുമായിട്ട് ഇവർ ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് ഇതുവരെ സ്ട്രോങ്ലി എസ്റ്റാബ്ലിഷ്ഡ് അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് അല്ല. കാരണം ഇന്ന് ഇതിനേക്കാൾ വലിയ പ്രലോഭനങ്ങൾ വന്നിട്ടും വീഴാത്ത ഒത്തിരി ദൈവമക്കളുണ്ട് ഈ ഭൂമിയിൽ. ഹൗവയേക്കാൾ സോ സ്ട്രോങ്. ഇതിലും വലിയ പ്രലോഭനങ്ങൾ വന്നിട്ടും വീഴാതെ നിൽക്കുന്ന മില്യൺസ് ഓഫ് ബിലീവേഴ്സ് ആർ ഹിയർ ഇൻ ദിസ് എർത്ത്. ദാറ്റ് മീൻസ് ഈ വാസ് എ അൺമച്ചുവേർഡ് വുമൺ. അത്രയും ഞാൻ പറഞ്ഞു വിടുക. ഇനി നമ്മൾ മൂന്നാമത്തെ പോർഷനിലേക്ക് പോവാം. മൂന്നാമത്തെ പോർഷൻ ഇതാണ്. ഞാൻ പറഞ്ഞില്ല, കിങ്ഡം അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ പ്രധാന വിഷയം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 22-ാം വാക്യം. ഇതിനി നമ്മുടെ പാസ്റ്റേഴ്സിനെയും അത്ഭുത അടയാളങ്ങളും ചെയ്യുന്നവരെയും രോഗശാന്തിക്കാരെയും എല്ലാം കൂടെ എടുത്തിട്ട് കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുത്തുവാക്യമാണ്. അന്നാളിൽ ഞാൻ നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾ ശപിക്കപ്പെട്ട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട്. അധർമ്മം പ്രവർത്തിക്കുന്ന ഒരു വാക്കാണ്, ലോലെസ്നെസ് എന്നൊരു വാക്കാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ അറിയുന്നില്ല എന്ന വാക്കിൻ്റെ അരാമിക്ക്, ഞാൻ ഹീബ്രുവിലെ അരാമിക്കാണ്, അത് മാത്യു ചാപ്റ്റർ അല്ലെങ്കിൽ മാത്യു എന്ന മത്തായിയുടെ സുവിശേഷത്തിൻ്റെ എബ്രായ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അരാമിക്ക് പശ്ചാത്തലമാണ്. ഗ്രീക്കിൽ ഗിനോസ്കോ എന്നാണ് കൊടുത്തേക്കുന്നത്. ഗിനോസ്കോ നോയിങ് എന്നർത്ഥം.
പക്ഷെ യഥാർത്ഥത്തിൽ അരാമിക്കിൽ ജീസസ് യൂസ് ചെയ്ത വേർഡ് ഗിനോസ്കോ എന്നല്ല. കാരണം ജീസസ് ഗ്രീക്ക് ജീസസ് നോട്ട് വാസ് എ ഗ്രീക്ക് ജീസസ്. മെസ്സയ വാസ് എ എബ്രായിക് മെസ്സയ. യേശു പറഞ്ഞ ഭാഷയും യേശു ഉപയോഗിച്ച ഭാഷയും ഹീബ്രു അറാമിക്കാണ്. അപ്പോസ്തലന്മാരാരും തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ആൾ പറയും പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ സത്യത്തിൽ നിങ്ങളൊരു നല്ല ഒരു മെസ്സിയാനിക് റബിയോട് ഉപയോഗിച്ച് പഠിച്ചാൽ പറയും എബ്രായ ഭാഷയിലാണ് ഇതെല്ലാം എഴുതിയത്. പക്ഷേ അന്ന് പോപ്പുലറായിട്ട് ഗ്രീക്ക് ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് പൊതുജനത്തിനായിലെത്താൻ ഇത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ആയത്. പത്രോസും യോഹന്നാനും മത്തായിയും എല്ലാം എഴുതിയത് അറാമിക് ഗ്രീക്ക് എബ്രായ ഭാഷകളിലാണ്. അപ്പം എബ്രായ ഭാഷയിലെ വാക്കുകൾക്കും മറ്റ് ഭാഷയുടെ വാക്കുകളും തമ്മിൽ വലിയ അന്തരങ്ങളുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഇത് ശ്രദ്ധിക്കണേ. അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, പ്രവചിച്ചു, രോഗശാന്തി നടത്തി, അത്ഭുതം ചെയ്തു, ഇതൊക്കെ ചെയ്തവരെ അറിയുന്നില്ലെന്ന് പറയുന്നു. എന്താ അതിൻ്റെ രഹസ്യം? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ദൈവത്തെ അറിയാത്തവർക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുമോ? അങ്ങനൊരു വാക്യമുണ്ട്. അപ്പം യേശുവിനെ അറിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ രോഗശാന്തി നടത്തുന്ന എല്ലാവരെയും കാടടച്ച് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന വാക്കാത്. പക്ഷെ യഥാർത്ഥത്തിൽ നോയിങ് എന്ന വാക്കിനോട് യാഥ അല്ലെങ്കിൽ ഇഡ, YIDA, ഇഡ എന്ന് പറയും. അത് ഇടാന്നാണോ ഇതാന്നാണോ എന്ന് എനിക്കറിയത്തില്ല. അരാമിക്കൽ എങ്ങനെ, ഞാനത് ഇംഗ്ലീഷിഫിക്കേഷനാണ് ഇഡ. അതിൻ്റെ ഹെബ്രായിക് വേർഡ് യാഥ. യാഥ എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയുന്നില്ല എന്നുള്ള ആ മറിയ പറഞ്ഞതുപോലെ യാഥ. അപ്പം യാഥ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താ? ഞാൻ മുമ്പ് പറഞ്ഞു, എവ്രി എബ്രായിക് വേർഡ് ഈസ് റിലേഷണൽ. യാഥ എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രണ്ട് വാക്കുണ്ടല്ലോ, ഷഖേൽ പ്ലസ് ഷഖേം. ഷഖേമും ഷഖേലും കൂടെ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് യാഥ. എന്നൂടെ പറഞ്ഞാൽ യാഥായിൽ ഷഖേമുമുണ്ട്, ഷഖേലുമുണ്ട്. ഇനി നിങ്ങൾ നോക്കി, ഇപ്പൊ എന്തുകൊണ്ട് യേശു അറിയുന്നില്ല എന്ന് പറഞ്ഞു. ദിസ് ഈസ് എ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് സീക്രട്ട്. ഇറ്റ്സ് നോട്ട് ദ മാറ്റർ ഓഫ് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് ദ മാറ്റർ ഓഫ് ഹീലിംഗ് മിനിസ്ട്രി. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കിങ്ഡം അഡ്മിനിസ്ട്രേഷൻ. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദൈവം സർവ്വവ്യാപി എന്ന് വേണേൽ അപ്പം നമ്മളിത് പറയാം, ദൈവം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവം സർവ്വവ്യാപിയായിട്ട് ഈ പുള്ളി അറിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അല്ല അതിൻ്റെ അർത്ഥം. ഇത് ഈ വേർഡുകളെല്ലാം ഈസ് ടോക്കിംഗ് ഇൻ ദ കിങ്ഡം അഡ്മിനിസ്ട്രേഷനാണ്. ദൈവരാജ്യത്തിൻ്റെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ്, അതിൻ്റെ എഫക്ച്വൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് യാഥ എന്ന വാക്കിൻ്റെ മീനിങ്ങിൽ ചാക്കേമുണ്ട്. ചാക്കേം എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ്. ചാക്കേൽ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിൻ ടു ബ്രെയിൻ സീക്രട്ട് ട്രാൻസ്ഫർ, സീക്രട്ട് രഹസ്യങ്ങളുടെ കൈമാറ്റം, ബിസിനസ് സീക്രട്ടിന്റെ കൈമാറ്റം. ദാറ്റ് ഇസ് ഷക്കേൽ. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് യാഥ. അപ്പൊ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പ്രവചനങ്ങളും നടത്തിയവരെ അറിയുന്നില്ല എന്ന് യേശു പറയുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോട് ഹൃദയത്തിൽ ബന്ധവുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്നെ അറിയുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് എന്നോട്, എൻ്റെ ഹൃദയത്തിന് നിങ്ങളുടെ ഹൃദയം തമ്മിൽ ബന്ധമില്ല. രണ്ട്, നിങ്ങൾക്ക് എൻ്റെ രാജ്യത്തിൻ്റെ സീക്രട്ടും അറിയത്തില്ല. നിങ്ങൾ ഓടി നടന്ന് രോഗിയെ സൗഖ്യമാക്കുന്നു, കാണുന്നവരുടെ എല്ലാം പേര് വിളിക്കുന്നു, സകല അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗശാന്തി നടത്തുന്നു, പ്രോഫസി നടത്തുന്നു, നിങ്ങൾ ഭയങ്കര പരിപാടി ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ കിങ്ഡം സീക്രട്ട് എന്താന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്നും എൻ്റെ ബിസിനസ് സീക്രട്ടിലല്ല നിങ്ങൾ ചെയ്യുന്നത്. ബിസിനസ് സീക്രട്ടിലാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹൃദയമാദ്യം അറിയണം. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ മനസ്സിലായി, ഇപ്പം നമ്മൾ രോഗികളെ സൗഖ്യമാക്കുക. എന്തിനാണ് സൗഖ്യമാക്കുന്നത്? നമ്മുടെ ആളുകൾ കൂടുതൽ രോഗികളെ സൗഖ്യമാക്കുന്നത് ഒന്ന്, അടുത്ത എപ്പിസോഡിൽ ഒരു വീഡിയോ ഒപ്പിക്കാൻ, അല്ലെങ്കിൽ അടുത്ത് വരുന്ന പോകുന്ന യോഗത്തിൽ 10 പേര് കൂടാനും. ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ രോഗശാന്തി ചെയ്യുന്നത് എൻ്റെ ഒരു കാര്യത്തിനുമല്ല, 1% ഇല്ലെന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ടോ ഈ കേരളത്തിൽ? എല്ലാവർക്കും ഒരു ഹിഡൻ അജണ്ടാസ് ഉണ്ട്. അതായത് ദേ ഡു നോട്ട് നോ
ദ സീക്രട്ട് ഓഫ് ദ കിങ്ഡം, അതായത് ദൈവരാജ്യത്തിൻ്റെ ബിസിനസ് സീക്രട്ട് അറിയത്തില്ല. അതായത് അവർ ഈ ചെയ്ത രോഗശാന്തിയും ഈ പ്രവചനമൊന്നും കർത്താവിൻ്റെ ഹാർട്ടിൽ നിന്നും വന്നതല്ല, കർത്താവിൻ്റെ കിങ്ഡത്തിൻ്റെ സീക്രട്ടിൽ നിന്നും വന്നതല്ലെന്ന് അതിൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. കിങ്ഡത്തിൻ്റെ ബേസിലെ സീക്രട്ട് രോഗശാന്തി ഡിഫറൻറ്റാ. മനസ്സിലാവുന്നോ? ദൈവരാജ്യത്തിൻ്റെ സൗഖ്യവും ദൈവരാജ്യത്തിൻ്റെ പ്രോഫസിയും വ്യത്യാസമാണ്. ദൈവരാജ്യത്തിൻ്റെ സൗഖ്യം എന്താ? ജീസസ് തൻ്റെ അപ്പോസ്തലന്മാരെ വിട്ടിട്ട് പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾ എന്ത് പറയണം? ഗോ ആൻഡ് പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. സെക്കൻഡ് വൺ, ഹീൽ ദ സിക്ക്. എന്ത് പ്രസംഗിച്ചിട്ടായിരിക്കണം രോഗശാന്തി നടത്തണ്ടേ? ദൈവരാജ്യം പ്രസംഗിച്ചിട്ടാണ് രോഗിയെ സൗഖ്യമാക്കണ്ടേ. അപ്പം നിങ്ങൾ അവിടെ സൗഖ്യം നടത്തുന്നത് രാജ്യം അറൈവ്ഡ് ആയതുകൊണ്ടാണ്. അപ്പം ദൈവരാജ്യത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഹീലിംഗ്. ക്ലൻസിങ് ദ ലെപ്പോസ്, കാസ്റ്റിംഗ് ഔട്ട് ദ ഡീമൻസ്, റൈസിങ് ദ ഡെഡ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഭൂതത്തെ പുറത്താക്കുന്നതും കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്നതും രോഗിയെ സൗഖ്യമാക്കുന്നതും എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഞാൻ പറയുന്നത് ചെവി ഉള്ളവർ കേൾക്ക്. എന്തിന്? ഫോർ വാട്ട് പർപ്പസ് യു ആർ ഡൂയിങ് ഹീലിംഗ് മിനിസ്ട്രി? ടു ഗെറ്റ് പോപ്പുലാരിറ്റി? അതിന് മെസ്സേജ് ട്രാൻസ്ലേഷൻ നിങ്ങൾ പറ്റുമെങ്കിൽ വായിച്ചാൽ മെസ്സേജ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിനകത്ത് പറഞ്ഞിങ്ങനെ, നിന്റെ നാമം നിമിത്തം ഞങ്ങളുടെ പേര് വലുതായി. അത്രേ ഉള്ളൂ. അത് കർത്താവിൻ്റെ പേര് ഉപയോഗിച്ച് സ്വന്തം പേര് വലുതാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, രോഗശാന്തി ശുശ്രൂഷയ്ക്ക് ഞാൻ എതിരല്ല, പ്രവചനത്തിന് ഞാൻ എതിരല്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പേര് ഉപയോഗിച്ച് നിങ്ങളുടെ പേര് വേൾഡ് ഫേമസ് ആയില്ലേ? പക്ഷെ നിങ്ങൾ ഇത് മുഴുവൻ ഉപയോഗിച്ചിട്ടും നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയോ? നിങ്ങൾ ഓടി നടന്ന് ഹെലികോപ്റ്ററിൽ പോയി നടന്ന് രോഗികളെ സൗഖ്യമാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ ആ രോഗശാന്തി നടത്തിയ ആ ഏരിയയിൽ ഒരു ചെറിയ ഒരു കിലോമീറ്റർ സ്ക്വയർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഒരു ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആയോ? ലോകം മൊത്തം നിങ്ങളുടെ പേര് വലുതാകുന്നതല്ലാതെ ദൈവരാജ്യം എവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത അത്ഭുതങ്ങളിൽ ദൈവത്തിൻ്റെ ഹൃദയവുമില്ല, സ്വർഗത്തിൻ്റെ സീക്രട്ടും ഇല്ല. ഞാനീ പറയുന്നത് സന്തോഷം ഉണ്ടാക്കി കേൾക്കുക. ഇതാണ് രഹസ്യം. ഇവിടെ രോഗശാന്തി നടക്കുന്നുണ്ട്, ഭൂതശാന്തി നടക്കുന്നുണ്ട്, ഭയങ്കര കൃപ അവരുടെ ഒഴുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇടയിലും ദൈവരാജ്യമില്ല, ഇവർ പോകുന്നിടത്തും ദൈവരാജ്യമില്ല, ദൈവരാജ്യം അവിടെ എങ്ങുമില്ല. ഇങ്ങനൊരു സംഭവമേ ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്നത്. അവരെ നോക്കി യേശു എന്താ പറഞ്ഞേ? ഐ ഡു നോട്ട് നോ യു. അപ്പം ഞാൻ ചോദിച്ചിട്ട് ഇത്രയും വലിയ കൃപകളും കൃപാവരങ്ങളും ഉള്ളവർക്ക് എന്ത് എളുപ്പത്തിന് ദൈവരാജ്യത്തെ സ്ഥാപിക്കാൻ പറ്റും? ഇപ്പം പ്രവചനം, ഇപ്പം നമ്മുടെ ഇന്നത്തെ തലമുറയുടെ പ്രവചനങ്ങൾ വലിയ മനുഷ്യാത്ഭുതം, മൈൻഡ് ബ്ലോയിങ് ആണ്. ഇത്രയും വലിയ പ്രൊഫറ്റിക് മിനിസ്ട്രി ഒക്കെ ഉള്ള ഒരാൾക്ക് കൃത്യമായിട്ട് കിങ്ഡം ഓഫ് ഗോഡ് അങ്ങോട്ട് പ്രസംഗിച്ചിട്ട്, ഐ ആം എ കിങ്ഡം പ്രീച്ചർ, ഐ എം പ്രീച്ചിങ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സോ ദൈവരാജ്യം ഇവിടെ ഉണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, വരാൻ പോകുന്ന തെളിവ് താണ്ട ഞാൻ വരാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രവചിക്കട്ടെ. ഇവർ പേരും അഡ്രസ്സും ഫോൺ നമ്പരും സകലം വിളിച്ച് പറയട്ടെ. എന്താണ് അവിടെ ഉറപ്പിക്കപ്പെടാൻ പോകുന്നത്? കർത്താവിൻ്റെ രാജ്യം ഉറപ്പിക്കപ്പെടത്തില്ലേ? കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ഇവർ രോഗികളെ സൗഖ്യമാക്കട്ടെ. രോഗികൾ സൗഖ്യമാകുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കത്തില്ലേ ദൈവരാജ്യം ഇവരുടെ ഇടയിലുണ്ടെന്ന്? അപ്പൊ ഇതൊന്നും അറിയാതെ യേശുവിൻ്റെ നാമം എടുത്തുകൊണ്ട് പോയി സ്വന്തം നാമം വലുതാക്കി, ഈ രഹസ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത, ഈ ഹൃദയവുമായിട്ടും ബന്ധമില്ലാത്ത ആളുകളെ നോക്കി യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. You do not have any relationship with me. You are not connected with my heart. You are not doing that ministry because of the heavenly protocol. നിങ്ങൾ സ്വർഗത്തിൻ്റെ പ്രോട്ടോക്കോൾ വെച്ചല്ല മിനിസ്ട്രി ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പോൾ ഈ കേൾക്കുന്ന എല്ലാവരും രോഗശാന്തി പ്രാപിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ പ്രാപിച്ച കൃപാവരം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അതിനെ ഒരു ഉപഭോഗ വസ്തുവാക്കരുത്. നിങ്ങളെ മെതിക്കാൻ വിട്ടാൽ നിങ്ങളുടെ മുഖക്കൊട്ട കൊണ്ട് മറയ്ക്കത്തില്ല, കച്ചി തിന്നോണം. നമ്മൾ പറയുന്നില്ലേ,
ഒരു മാടും നെല്ല് തിന്നത്തില്ല. ഒരു മാടും നെല്ല് തിന്നത്തില്ല. എല്ലാ കാളകളും കച്ചിയെ തിന്നത്തുള്ളൂ. അപ്പം ദൈവരാജ്യത്തിൻ്റെ മിതിക്ക്, ആ ഹാർവസ്റ്റിന്, അതിൻ്റെ ജോലി ചെയ്യുന്ന എനിക്ക് അതിനകത്ത് ഉപയോഗശൂന്യമായതായിരിക്കണം എൻ്റെ ആഹാരം. മനസ്സിലായി? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടിരുന്ന് വാക്കിയില്ലേ? അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് യൂസ്ലെസ് ആണ് കച്ചിയില്ലേ, ആ കച്ചി ആയിരിക്കണം എൻ്റെ ആഹാരം. അതായത് എൻ്റെ ഭൗതിക ആവശ്യത്തിന് കിങ്ഡം ഓഫ് ഗോഡിലെ വേസ്റ്റ് ആണ്. അല്ലാതെ ഞാൻ മെതിക്കുന്ന ഞാൻ തന്നെ അതിനകത്തെ നെല്ലും വാരി തിന്നരുത്. നെല്ല് യജമാനൻ്റെതാ, കിങ്ഡത്തിന്റെ വകയാ. അത് മെതിക്കുന്ന ഞാൻ ജീവിക്കണം. ആ കച്ചി കൊണ്ടാ ജീവിക്കണ്ടേ? So today, what happened? People are living. They are preaching the healing. ചിലർ ഹീലിംഗ് മിനിസ്റ്റർ ചെയ്യുന്ന തന്നെ അവർക്ക് ഹീലിംഗ് ഉണ്ടെന്ന് കാണിക്കാൻ. എന്തോ ഗതികേടാന്ന് നോക്കിയാൽ ക്രിസ്തീയ സഭയ്ക്ക്. എനിക്ക് രോഗശാന്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി രോഗശാന്തി നടത്തുക, എനിക്ക് പ്രവചനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പ്രവചനം നടത്തുക. ഇതെന്തോ ഷോയാണോ? നാടകശാലയാണോ? ക്രിസ്തുവിന്റെ സഭ നാടകശാലയല്ല. നമുക്ക് ഡ്രാമ കാണിക്കാനുള്ള സ്ഥലമല്ല ദൈവരാജ്യം. ഒരാൾ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഹെവന്റെ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. നീ ഒരു കിങ്ഡത്തിന്റെ ശുശ്രൂഷ ആയിരിക്കും. നീ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും ദൈവരാജ്യത്തിന്റെ വളർച്ചയല്ല, നിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വളരാനാവരുത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കൊറോണയുടെ കാലത്തും ഒരാളെയും കാണാത്തത്. എന്താ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരിക്കലും പ്രതിസന്ധിയിൽ ഒരു സ്ഥാനവും ഇല്ല. ഇതെല്ലാം അവിടെ കഴിയുമ്പോൾ ഇനി ചാടിപ്പിടിച്ചുകൊണ്ട് വരും. എന്താ പുതിയ ഒരു സ്ട്രാറ്റജി നമുക്കില്ലാത്ത? എന്താ നമ്മുടെ കയ്യിൽ? എത്ര രോഗശാന്തി ശുശ്രൂഷകരുണ്ട്? എന്താ ഇതുപോലൊരു പാൻഡമിക് സിറ്റുവേഷനിൽ, ഇതുപോലൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എഴുന്നേറ്റ് പോയി ഒരു സ്ട്രാറ്റജി എന്താ? എൻ്റെ ഈ രോഗശാന്തി ഒന്നുമില്ല. ഞാൻ രോഗശാന്തി ശുശ്രൂഷകനുമല്ല, അത്ഭുത വരപ്രാപ്തനുമല്ല. എൻ്റെ കയ്യിൽ അത്ഭുത വരപ്രാപ്തി ഉണ്ടായിരുന്നത് ഞാൻ ഏതെങ്കിലുമൊക്കെ കോവിഡ് ക്യാമ്പിൽ പോയി സൗഖ്യമാക്കിയേനെ. നമുക്ക് എന്താ നമ്മുടെ സ്ട്രാറ്റജി? എന്ത്? നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ത് ചെയ്തു? ഗവൺമെന്റ് പൂട്ടി. അത്രയും പറഞ്ഞാൽ മതി. ഇവിടെ ട്രൂ മിനിസ്റ്റേഴ്സ്, ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന നിലയിലുള്ള ജെന്യൂൻ ഹീലിംഗ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്നെ അവരെ വിളിച്ചേനായിരുന്നു. പിണറായി വിജയൻ വിളിച്ചേനായിരുന്നു. പാസ്റ്റർ പ്ലീസ് കം, ഒരു 500 കോവിഡ് രോഗികളുണ്ട്, ഒന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞേനെ. നമ്മളിൽ ആരെ നമ്മളെ വിശ്വസിക്കുന്നു? കുറെ പാവങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇവിടുത്തെ ഒരു രോഗശാന്തിക്കാരനെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വലിയ മിനിസ്റ്റേഴ്സ് ആണല്ലോ, നമ്മളെ എന്താണ് ഈ സെക്കുലർ വേൾഡിന് അംഗീകരിക്കാൻ പറ്റാത്തത്? ആദിമസഭയുടെ ചരിത്രങ്ങൾ പഠിക്കണം. ആദിമസഭയുടെ ചരിത്രം പഠിക്കണം. എന്തിന്? യേശുക്രിസ്തുവിന്റെ ചരിത്രം നോക്ക്. യേശുക്രിസ്തുവിന്റെ മിറക്കിൾസിനെ റോമൻ ഗവൺമെന്റ് അംഗീകരിച്ചെന്നേ. അതുകൊണ്ടല്ലേ ശതാധിപൻ വന്നിട്ട് പറഞ്ഞത്, ലോർഡ് എൻ്റെ ബാല്യക്കാരന് സുഖമല്ലോ, ഒന്ന് സൗഖ്യമാക്കണം എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിന്റെ ന്യൂസ് അങ്ങ് കൈസറിന്റെ കൊട്ടാരം വരെ എത്തി. ഗവൺമെന്റ് ഒഫീഷ്യൽ വന്നേ വന്ന് സൗഖ്യമാക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞ രാജപുത്രന്റെ മകനെ സൗഖ്യമാക്കണമെന്ന്. എവിടുന്ന് വന്നു? എന്താ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇവിടുത്തെ സെക്കുലർ ഗവൺമെന്റിൽ നിന്ന് ഒരു കോൾ ഇവിടുത്തെ ഹീലിംഗ് മിനിസ്റ്റേഴ്സിന് വരാത്ത? എന്താ? നമ്മൾ മാജിക് ഷോ കാണിക്കുക. ഇത്രയും വലിയ രോഗശാന്തി നടത്തുന്ന ആളുകൾ ഉണ്ടല്ലോ ക്രൈസ്തവ ലോകത്ത്. എന്താ പിണറായി വിജയൻ, ഹലോ ബ്രദർ, ഇന്ന ബ്രദർ അല്ലേ, അതെ നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നമാണ്, നിങ്ങൾ വന്നൊന്ന് ആശുപത്രിയൊക്കെ നിറയുക, വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് എന്താ ഒരു ട്രസ്റ്റ് ഉള്ള പാസ്റ്റർ ഇല്ലാത്ത? എന്താ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ മണ്ടത്തരം ഇനി മേല ചെയ്തേക്കരുത്, നാണക്കേടായത്. സംഭവം എന്താണെന്നറിയാമോ? ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്യുക. ഇതിനകത്ത് ഒരു രഹസ്യവും ഇല്ല. കിട്ടി ഓടി, ഇത്രേ ഉള്ളൂ. ഇഫ് യു ആർ ഡൂയിങ് ഗോഡ്സ് മിനിസ്ട്രി, ഐ എം വെരി മച്ച് സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഡൂ ഇറ്റ് വിത്ത് എ ഹെവൻലി പ്രോട്ടോകോൾ. ദൈവം നിനക്ക് തന്ന സ്വർഗത്തിന്റെ പ്രോട്ടോകോൾ.
If you are a prophet of God, prophesy for the kingdom of God. നിങ്ങളുടെ ഹാർട്ട് ദൈവരാജ്യമായിരിക്കണം. ഞാൻ പറയുന്നത് ഒരു പ്രവചനം പോലെ കുറിച്ച് വെച്ചു. സത്യസന്ധരായ ഞാൻ നിങ്ങളോട് പറയാം, 2 കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്ന്, ദൈവം നിങ്ങൾക്ക് ചെയ്യുന്ന മിറാക്കിൾസിനെ ഒന്നും നിങ്ങൾ വാണിജ്യവൽക്കരിക്കരുത്. ദയവ് ചെയ്ത് വാണിജ്യവൽക്കരിക്കരുത്. കാരണം കരഞ്ഞ് നിലവിളിച്ച് നിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്നവനെ നീ ക്യാമറയും വെച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ അവൻ്റെ ലൈവിനകത്ത് അല്ലെങ്കിൽ അടുത്ത TV ഷോയ്ക്കകത്ത് കാണിക്കുക. ഈ പാപങ്ങൾ നാട്ടുകാർ മൊത്തം ഇവരെ കാണുക. ദൈവം ചെയ്ത് ജനങ്ങളെ കളിപ്പിക്കരുത്. ഈ ജനങ്ങളെ നാണം കെടുത്തരുത്. ഒന്നാമത്തെ രോഗശാന്തിക്കാരൻ ചെയ്യേണ്ടത്, ഒരു രോഗശാന്തിയും നീ ലോകക്കാരെ കാണിക്കരുത്. ഇത് ചെയ്യാൻ പറ്റുമോ? ഒന്ന്, നിന്റെ വീഡിയോ കൊണ്ട് എടുക്കണ്ട. കാരണം നിനക്ക് അറിയാതെ ഇങ്ങനെ പിരിപിരാന്ന് വരും നാട്ടുകാരെ കാണിക്കാൻ. 2, നീ ഒരു പ്രവചനം നടത്തിയാൽ ആ പ്രവചനത്തെ നീ അടക്കി വെച്ച് നീ ലോകത്തെ കാണിക്കാതിരിക്കാൻ പറ്റും. നിന്റെ യൂട്യൂബിനകത്ത് ഇടാതിരിക്കാൻ പറ്റുമോ? നീ അന്നേരം ടെംപ്റ്റഡ് ആകുക. 10 വരെ കാണിക്കണം, അങ്ങനെ ആളുകൾ എന്നെ വിളിക്കണം. യേശു ക്രിസ്തു ചെയ്ത് നോക്ക്. യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശു ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും കർശനമായിട്ട് പറഞ്ഞു, ഒറ്റ മനുഷ്യൻ അറിഞ്ഞേക്കരുത്. അങ്ങനെയുള്ള എത്ര പേര് കേരളത്തിലുണ്ട്? രാവിലെ എല്ലാം തുടങ്ങും അത്ഭുതത്തിൻ്റെ നേരം. എന്തുവാ? പാവ ഏതോ ഒരു സ്ത്രീ ഏതോ കഷ്ടപ്പെട്ട് ഓടി വന്നതാണ്. അവളെ പേര് വിളിച്ച് തൗക്കിയാക്കി അത് ക്യാമറയിലാക്കി നാട്ടുകാരെ കാണിച്ച് അതിൻ്റെ മൊത്തം ബെനിഫിറ്റ് ഇങ്ങനെ അനുഭവിക്കുന്നത്. കുറെ നാളായിട്ട് ഞാൻ പറയാൻ വേണ്ടി വെച്ചിരുന്നൊരു കാര്യം, ദയവ് ചെയ്ത് ഒന്ന്, വി വാണ്ട് ഹീലിംഗ് മിനിസ്ട്രി. അത് നമ്മുടെ ഗവൺമെന്റിനെ ടച്ച് ചെയ്യുന്നതായിരിക്കണം. ഇവിടുത്തെ ഗവൺമെന്റ് സെക്കുലർ വേൾഡ് അംഗീകരിക്കുന്ന നിലയിലുള്ള ഹീലിംഗ് ചെയ്യണം. ഇവിടുത്തെ നിരീശ്വരവാദിയുടെ വായ അടപ്പിക്കാൻ, ഇവിടുത്തെ മീഡിയാസിന്റെ ഇവിടെ ഇപ്പൊ ട്രാൻസ് സിനിമയൊക്കെ വന്നതുകൊണ്ടാണ്, ഈ കളിപ്പീരുകൾ ഇതിനകത്തുള്ളതുകൊണ്ടാണ്. ഇവരുടെ വായ അടപ്പിക്കാൻ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കുക. അപ്പോസ്തല പ്രവൃത്തി അത്ഭുതങ്ങൾ തെളിവുകൾ സഹിതമായി വെളിപ്പെട്ട അവരെ വായടഞ്ഞു പോയി ഗവൺമെന്റിന്റെ. ഇവിടുത്തെ മീഡിയയുടെ വായടപ്പിക്കുന്ന, ഇവിടുത്തെ മതസംഘടനയുടെ വായടപ്പിക്കുന്ന, ഇവിടുത്തെ നിരീശ്വരവാദിയുടെ വായടപ്പിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരണം. അവര് ഇവിടുത്തെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യണം. അവർക്ക് ഇവിടുത്തെ ഗവൺമെന്റ് മനസ്സിലാകണം ഇങ്ങനെ ആളുണ്ട്, ഇത് കളിപ്പീരല്ലെന്ന്. നമ്മളെ ഒന്നും അവരുടെ അയലോക്കത്തെ എടുപ്പിക്കത്തില്ല. എന്തെന്നറിയാമോ? അവർക്കറിയാം ഇതെല്ലാം ഉടായിപ്പാണ്. If you are doing anything for the Lord, do it according to the heavenly protocol. That is Yada. Knowing God, knowing the true heart of God, knowing the secret of heaven. ഞാനിത് പറയുന്നത് വെറുതെയല്ല. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ഒരാളെങ്കിലും ദൈവം അവരുടെ ഉള്ളത്തിൽ ഈ വചനം ഇട്ടാൽ എൻ്റെ ശുശ്രൂഷ സഫലമായി. 2, നീ ഒരിക്കലും ഇത് വാണിജ്യവൽക്കരിക്കുക. നമ്പർ 2, do not use the miracles of God for your benefit, for your money making strategy. നിനക്ക് പണം ഉണ്ടാക്കുന്നതിനായിട്ട് നീ അത് ഉപയോഗിക്കരുത്. എലീശയുടെ അടുക്ക വന്നു നായമാൻ 2 താലന്ത് സ്വർണമായിട്ടാണ്. ഏകദേശം ഒരു 112 കിലോ സ്വർണമുണ്ട്. രോഗശാന്തിക്ക് വരുന്നവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങരുതിന്റെ തെളിവാ അത്. വായിക്കും. നമ്മൾ രോഗശാന്തി നടത്തി കഴിഞ്ഞാൽ ഉടനെ അവനെ പിഴി. കിലോ സ്വർണവുമായിട്ടാണ് വന്നത് നായമാൻ. അല്ലാതെ ചുമ്മാതെ 1.5 രൂപയും കൊണ്ടല്ല വന്നത്. എലീജ പറഞ്ഞു എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. നിന്റെ ഒരു പൊന്നും വേണ്ട വെള്ളിയും വേണ്ട, പോടാന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. കാരണം എന്താ? സൗജന്യമായിട്ട് കിട്ടിയതാ. സൗജന്യമായിട്ട് കിട്ടിയതിന് കാശ് കൊടുത്താന്ന് വാങ്ങിക്കുക. സൗജന്യമായിട്ട് ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുപ്പില്ല ബാക്കി. മണി ആവശ്യമുണ്ട്, പണം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ പണം ഒരിക്കലും നീ രോഗശാന്തി നടത്തിയിട്ടല്ല. ആരോഗ്യമുള്ളവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു സുവിശേഷ വിലയ്ക്ക് വേണ്ടി. ഈ പാവങ്ങളെ പിഴിയരുത്. ഇതിപ്പം നിങ്ങൾ ഇതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഈ പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര പ്രവാചകന്മാരുടെ കാതിലെത്തിയ ദൈവത്തിനറിയാം.
ഇപ്പോൾ അതല്ല, ഇവിടെ ദൈവം ഉപയോഗിക്കുന്ന ശക്തന്മാരായ പ്രവാചകന്മാരാണ്. അതുകൊണ്ടൊരു വാക്ക് പറയും, അവരെയൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ ദൈവദാസന്മാരാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അവരുടെ ഒന്നും കാലിൽ ചെരുപ്പ് അഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അവരുടെ പെട്ടി ചുമക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ സമ്മതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവാചകന്മാരാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് വിശുദ്ധ ബൈബിളിലെ കാര്യമാണ്. ഇഫ് യു ആർ ഡൂയിങ് എ പ്രൊഫറ്റിക് മിനിസ്ട്രി, എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അല്ലെങ്കിൽ യേശു ഇപ്പം നിന്നോട് പറയും, നിന്നെ എനിക്ക് അറിയുന്നില്ല, നിന്നെ എനിക്കറിയില്ല. ബിക്കോസ് എന്താ, നിനക്ക് എൻ്റെ ഹൃദയവുമായിട്ടും നിനക്ക് എൻ്റെ ഹൃദയവും അറിയത്തില്ല, നിനക്ക് സ്വർഗത്തിൻ്റെ സീക്രട്ടും അറിയത്തില്ല. ഇതാ എൻ്റെ അർത്ഥം. അപ്പം ഹൃദയം അറിഞ്ഞ് എങ്ങനെ സൗഖ്യമാക്കും? അതുകൂടെ പറഞ്ഞ് നിർത്താം. ഹൃദയം അറിഞ്ഞ് എങ്ങനെ സൗഖ്യമാക്കാൻ പറ്റും? യേശുവിനെ നോക്കിയാൽ മതി. യേശു ഒരാളെ സൗഖ്യമൊക്കെ എന്തിനാ? ഒരാളെ കാണുമ്പോൾ മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞാൽ അയ്യോ എന്നൊരു മനസ്സലിവ്, ഒരു സഹതാപം, അയ്യോ എന്നൊരു തോന്നലകത്ത്. അപ്പം മനസ്സലിയ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്ന് പറയുമോ, ആ ആളായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് താനും കൂടങ്ങ് അസ്യൂംഡായി. അതാണ് എൻ്റെ അർത്ഥം, അസ്യൂംഡായി, അയ്യോന്നായി പോയി. അതാ ഹാർട്ടിലെ സൗഖ്യം. അല്ലാതെ കയ്യങ്ങോട്ട് വെച്ചോ ഇപ്പോൾ തന്നെ ശക്തി വ്യാപരിക്കാൻ പോവാ. നിന്റെ പ്രകസനവും മാന്ത്രികവും ഒന്നുമല്ല രോഗശാന്തി. ഒരുവൻ്റെ വേദന കാണുമ്പോൾ നിന്റെ അകം വേദനിക്കണം, മനസ്സലിഞ്ഞു തൊട്ടു. നിങ്ങൾ ബൈബിൾ പോയിക്കോ, യേശുവിൻ്റെ സീക്രട്ട് അത്, മനസ്സലിഞ്ഞു. മരണ വീട്ടിൽ ചെന്നപ്പോൾ ഇന്ന് ചില ഉയർപ്പിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുന്നുണ്ട്. ഞാൻ ആരാന്ന് കാണിച്ചു തരാം. അതിനല്ല ചെയ്തേ, അവരുടെ അടുത്ത് നിന്ന് അലമുറ യേശു കണ്ണുനീർ വാർത്ത എഴുതിയിരിക്കുന്നത്. പക്ഷെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് യേശു അലമുറയിട്ട് കരഞ്ഞു എന്നാണ്. കൂടെ നിന്നവരും ദേശക്കാരും നാട്ടുകാരും മൊത്തം യേശുവിൻ്റെ കരച്ചിൽ കേട്ടു. മരിച്ചവരെ പുറത്തു വാന്ന് വിളിച്ചാൽ ഭൂമിയിൽ ആദം മുതലുള്ളത് മൊത്തം പുറത്തു വരും. പക്ഷെ യേശു ക്രിസ്തു കരഞ്ഞു. അതാണ് ഹാർട്ടിലെ ശുശ്രൂഷ, അതാണ് ഹൃദയത്തിൻ്റെ ശുശ്രൂഷ. മനസ്സലിഞ്ഞു തൊട്ടു. അവൻ്റെ പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് എടുക്കുക. കടഭാരത്തിൽ ഒരുത്തം വരുമ്പോൾ അവൻ്റെ ഒരു കടഭാരത്തിൽ എങ്ങനെ ഇരിക്കും, അവൻ്റെ അവസ്ഥ എന്താ, അവരുടെ വേദന എന്താ, അവരുടെ ഞെരുക്കം എന്താ എന്ന് മനസ്സിലാക്കി അവൻ്റെ പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് അങ്ങോട്ട്, അവിടെയാണ് ഹൃദയം തൊടുന്നത്. അതാ ഹൃദയപ്രകാരമുള്ള സൗഖ്യം. 2, അല്ലാതെ അവിടെ നിന്ന് നമ്മളവിടെ കാണത്തില്ല കേട്ടോ. നമ്മളൊരാൾ മനസ്സലിയുമ്പോൾ പിന്നെ നമ്മളില്ല, പിന്നെ അവിടെ ഒരാളേ ഉള്ളൂ, ആ പ്രശ്നക്കാരൻ മാത്രം. കാരണം ഈ നിൽക്കുന്ന നീയും പ്രശ്നത്തിലായി, നീയും പ്രശ്നത്തിലാവണം, നീയും രോഗത്തിലാവണം, നീയും കടബാധ്യതയിലാവണം, നീയും തോറ്റവൻ്റെ ഭാഗത്ത് നിൽക്കണം. കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയുടെ അതേ ഭാഗത്ത് യേശു നിൽക്കണം. ഇതാണ് ഹൃദയപ്രകാരമുള്ളത്. അടുത്ത ഹെവൻ്റെ പ്രോട്ടോകോൾ എന്താ? ഡു ഇറ്റ് അക്കോർഡിംഗ് ടു ഹെവൻലി പ്രോട്ടോകോൾ. മീൻസ് കിങ്ഡത്തിൻ്റെ സീക്രട്ടാണെന്ന്. അതായത് അതൊരു കിങ്ഡം ബിസിനസ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ഒരു രോഗിയും പാടില്ല. ആ ഹാർട്ട് വെച്ച് വേണം സൗഖ്യമാക്കാൻ. എൻ്റെ യേശു ഭരിക്കുന്ന ടെറിട്ടറിയിൽ ഒരു വ്യാധ്യസ്ഥൻ പാടില്ല എന്ന വൈരാഗ്യമായിരിക്കണം ഒരു രോഗശാന്തിക്കാരനുണ്ടാകേണ്ടത്. അങ്ങനെ സൗഖ്യമാക്കാൻ എത്ര പേരുണ്ട്? ഒരു രോഗിയെ കാണുമ്പോൾ ഇന്നൊരിക്കൽ ശക്തിയുണ്ട്, അതൊന്നുമല്ല. എൻ്റെ ഡാഡി ഭരിക്കുന്ന ടെറിട്ടറി ആയത്, എന്നെ ആ രാജ്യത്തിൻ്റെ ആളാക്കി വെച്ചേക്കുക. യേശുവിന് വന്നൊന്നും ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല, അവൻ ചെയ്യില്ല. എന്നെ അവന് പകരക്കാരനാക്കി വെച്ചിരിക്കുക. എൻ്റെ യേശു രാജാവായിട്ടിരിക്കുന്ന രാജ്യത്ത് ഒരു പ്രജയും ഇങ്ങനെ ബലഹീനനാകാൻ പാടില്ല. ഇതാണ് ഹെവൻ്റെ സീക്രട്ട്. അതാ യേശു ചെയ്തത്. കാനാവിലെ കല്യാണത്തിന് പോയി പച്ചവെള്ളം വീഞ്ഞാക്കി എന്താ? താൻ പോകുന്ന ഒരു സ്ഥലത്തും, തന്നെ വിളിച്ച ഒരു സ്ഥലത്തും ശൂന്യത വരാൻ പാടില്ല. അത് ഹെവൻ്റെ സീക്രട്ടാ. 3 കാര്യം മറക്കരുത്. നമ്പർ 1, ഷക്കേം, ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫർ ആകുന്നത് ദൈവജ്ഞാനം. ഷക്കേൽ, ആ ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പിലുള്ളവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഹസ്ബൻഡ് തൻ്റെ രഹസ്യം കൂടെയുള്ളവർക്ക് കൈമാറുകയാണ്. ബിസിനസ് സീക്രട്ടിൻ്റെ കൈമാറ്റം, ഷക്കേൽ. അവസാനം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കയ്യിൽ വെച്ച് കർത്താവിൻ്റെ മഹിമയ്ക്കായി അവൻ്റെ നാമനിമിത്തം നാം ലോകത്തിൽ ചെയ്യുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകൾ. To establish the kingdom of God, to propagate the kingdom of God. I am telling you, brothers,
എൻ്റെ കേൾവിക്കാരിൽ പലരും ഈ ശുശ്രൂഷയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. താണ്ടെ അടുത്ത 6 മാസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരിക. അടുത്ത 6 മാസത്തിൽ കണ്ട് ജനങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന നിലയിലുള്ള ശക്തന്മാരായ ശുശ്രൂഷകന്മാരിൽ ചിലർ ഇന്നെൻ്റെ ലൈവിലുണ്ട്. നിങ്ങൾ പുറത്തു വരും. നെക്സ്റ്റ് 6th month 6 മാസത്തിൽ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന നിലയിൽ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ജെന്യൂൻ ആയിരിക്കണം, സത്യസന്ധനായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുക. ഞാൻ സത്യത്തിൽ 1 മണിക്കൂർ വളരെ പെട്ടെന്ന് ചില കാര്യം പറഞ്ഞിട്ട് പോകാനായിട്ട് വന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് എത്ര പേർക്ക് സന്തോഷമായി? സന്തോഷമുള്ളവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഞാൻ ചില സമയത്ത് ചൂടോടെ പറയും, അതൊന്നും എൻ്റെ ഒരു ജഡത്തിൽ നിന്ന് വരുന്നതല്ല, എൻ്റെ സ്പിരിറ്റിൽ നിന്നുള്ള എൻ്റെ യേശുവിനോടും അവൻ്റെ രാജ്യത്തോടുമുള്ള എൻ്റെ പാഷനാണത്. സോ ഐ എം എക്സ്പ്രസിങ് മൈ പാഷൻ. നിങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അറ്റ്ലീസ്റ്റ് ഇതിലൂടെയെങ്കിലും കുറച്ച് പേരുടെ തിരുവെഴുത്തുകൾ പറയാൻ ഭാഗ്യം ദൈവം തരുന്നത് ഓർത്ത് സ്തോത്രം. മോർ ദാൻ ദാറ്റ്, നാളെ ഇത് കേൾക്കുന്ന തലമുറയോടും ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ വർഷിപ്പിക്കട്ടെ. ജ്ഞാനമുള്ള ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഇൻറ്റിമസി ദൈവം നിങ്ങൾക്ക് തരട്ടെ. പിരിയാൻ പറ്റാത്തൊരു ബന്ധം യേശുവിൽ നിങ്ങൾക്കുണ്ടാകണം. യേശു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട് പറയും ബ്ലഡ് തിളയ്ക്കണം. യേശു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആനന്ദം പോകണം. നമ്മുടെ ഹീറോ ആയി മാറണം. ലവ് ഹിം, സെർവ് ഹിം, ഡു യുവർ വർക്ക് ജെന്യൂൻലി. സർവശക്തിയുള്ള ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി മിറാക്കിൾ വർക്കേഴ്സ് എഴുന്നേൽക്കട്ടെ. സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്യുന്നവർ എഴുന്നേൽക്കട്ടെ. വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർ എഴുന്നേൽക്കട്ടെ. ലോകം അതിശയിക്കുന്ന വിഷ്ടമുള്ളവർ എഴുന്നേൽക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമുക്ക് പോരാടാം, എഴുന്നേൽക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാനത് നോക്കിക്കോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? Thank you so much for your compliments and comments. Thank you. Anyway, I bless you all. നമുക്ക് നാളെ വീണ്ടും കാണാം. അഡ്മിനിസ്ട്രേഷൻ്റെ ഞാനിപ്പം വിഷയം എന്ന് പറഞ്ഞാൽ 2-3 ഒരുപാട് കാര്യങ്ങൾ ഡിസ്കണ്ടിന്യൂ ആയിട്ട് കിടക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ തന്നെ ഇപ്പോൾ 2 സീരീസ് ഒരുമിച്ച് പോവുകയാണ്. ഒന്ന് മൗണ്ടൻസ് ഓഫ് ഇൻഫ്ലുവൻസ്. ദൈവം അനുവദിക്കുന്ന നാളെ നമുക്ക് മൗണ്ടൻസ് ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് പോകാം. ഇത് നമ്മുടെ കിങ്ഡം അഡ്മിനിസ്ട്രേഷൻ എന്ന അല്ലെങ്കിൽ കിങ്ഡം മാനേജ്മെൻറ്റ് എന്ന സീരീസിനകത്താണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. ഇതിൻ്റെ ഒരു 3 എപ്പിസോഡും കൂടെ നമുക്ക് ഇതിന് ശേഷം ഉണ്ടാവും. അത് നമ്മുടെ മൗണ്ടൻസ് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ആ വിഷയം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് ഞാൻ പൊക്കോളാം. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. നാളെ നമ്മളെ കർത്താവ് വീണ്ടും കൂട്ടിവരുത്തട്ടെ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു.